നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ളതിന്. ഇന്ത്യൻ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്തിന് അഭിമാനിക്കാവുന്ന വർഷവും മാസവുമാവുന്നു 2024 മെയ് മാസം. 30 വർഷം മുമ്പ് 1994 ഷാജി കരൻ്റെ സ്വം എന്ന് പറഞ്ഞ സിനിമ കാൻ ചലച്ചിത്രമേളയിൽ പാം ദ ഓറിനായി മത്സരിച്ചതിന് ശേഷം 30 വർഷം കഴിഞ്ഞ് ഒരു ഇന്ത്യൻ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇതേ അവാർഡിന് വേണ്ടി മത്സരിക്കുകയും ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള പടത്തിനാണ് ഇത്തവണ ഈ പറഞ്ഞ പാം ദ ഓറിയൻ എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പായൽ കപാഡിയ എന്ന് പറയുന്ന പെൺകുട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഈ സിനിമയിലെ 80% കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് എന്ന് മാത്രമല്ല, മലയാളിയായ കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന വേഷത്തിലെത്തുന്നു. ഒപ്പം നമ്മുടെ അസീസ് നെടുമങ്ങാട് എന്ന് പറഞ്ഞ നടനും ഈ ചിത്രത്തിലുണ്ട്. ഒരു ഇന്ത്യൻ സംവിധായകയുടെ ചിത്രം കാനിൽ മത്സരിക്കുന്നതും ഇതംപ്രദമായിട്ടാണ് എന്ന പ്രത്യേകതയും ഓൾ വി ഇമാജിൻ ആൻഡ് ലൈറ്റ്സിനുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി കാനിലെ ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിൽ നടന്ന പ്രദർശനം കാണാനും ഈ ചിത്രത്തിലെ പ്രവർത്തകരോട് ചോദ്യങ്ങൾ ചോദിക്കാനും നിറഞ്ഞു കവിഞ്ഞ ഓഡിയൻസായിരുന്നു. മലയാളി നേഴ്സുമാരായ പ്രഭയുടെയും അനുവിൻ്റെയും മുംബൈയിലെ ജീവിതകഥയാണ് ഈ പറയുന്ന ഓൾ വി ഇമാജിൻ ആൻഡ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഇതിവൃത്തം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസീസ് നെടുമങ്ങാട് എന്ന് പറഞ്ഞ മിമിക്രി രംഗത്തിലൂടെ കടന്നു വന്ന അസീസ് നെടുമങ്ങാട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അസീസ് ഇപ്പോൾ ശ്രദ്ധേയമായ മലയാളത്തിലെ കുറേ സിനിമകളിൽ അഭിനയിച്ചു. ജയ 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 ഹേയിലെ നായകനായ കഥാപാത്രത്തിന് അളിയനായിട്ടൊക്കെ നന്നായിട്ട് രസകരമായി ചെയ്യുന്ന നടനാണ് അസീസ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൽ അസീസ് നെടുമങ്ങാടും ഒരു വേഷം ചെയ്തിരുന്നു. കനി കുസൃതി അവതരിപ്പിച്ച പ്രഭ എന്ന നേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ മനോജായിട്ടായിരുന്നു അസീസ് അഭിനയിച്ചത്. കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്രാൻഡ് ഫ്രീ പുരസ്കാരം നേടിയതോ കാനിലെ റെഡ് കാർപ്പറ്റോ ലോക സിനിമാ പ്രവർത്തകർ നേരിട്ട് അഭിനന്ദിക്കുന്നതോ ഒന്നും അസീസ് ഓർത്തതേയില്ല. ഈരാറ്റുപേട്ടയിൽ ക്യാൻ ശ്രീനിവാസനോടൊപ്പം സുഹൃത്തായി അഭിനയിക്കുന്നതിനാൽ അസീസ് പോയില്ല ക്യാനിലേക്ക്. ആലോചിക്കുക, എന്തൊരു നഷ്ടമെന്ന് ആലോചിച്ച്. ഇനി ചിലപ്പോൾ ജീവിതത്തിൽ അസീസിന് ഇതുപോലെ ക്യാനിൽ പോകാൻ പറ്റുമെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല. 5 ദിവസം മാറി നിന്നാൽ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കുഴയും എന്നുള്ളതുകൊണ്ടാണ് അസീസ് പോകാത്തത്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. കനി കുസൃതിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ബിരിയാണിയിലൊക്കെ അഭിനയിച്ച് സംസ്ഥാന അവാർഡ് നേടുകയും ഒരുപാട് വാർത്താ പ്രാധാന്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കനി. അപ്പോൾ കനിയും സംവിധായക പായൽ കപാഡിയെയും അസീസിനെ വിളിച്ചു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്, വരാൻ കഴിയുമോ എന്ന് ചോദിച്ച് വിളിച്ചു. പക്ഷേ പോകാൻ പറ്റിയില്ല. കാനിലെ റെഡ് കാർപ്പറ്റിൽ കനി കുസൃതി മുറിച്ച തണ്ണിമത്തൻ തുണ്ടിൻ്റെ മാതൃകയിലുള്ള ക്ലബ് ബാഗ് പിടിച്ച് നിന്നതും വാർത്തയിലിടം നേടി. പാലസ്തീനിലെ ദുരിത ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, ആ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം നൽകുന്നതിനായി ആ ബാഗ് കനി ആ ഫംഗ്ഷനിൽ തൂക്കിയത് വലിയ വാർത്തയുണ്ടാക്കി. 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് ഫ്രീ പുരസ്കാരം നേടിയ ചിത്രമാണ്. സംവിധായിക പായൽ കപാഡിയുടേത്. അവരുടെ തന്നെയാണ് തിരക്കഥയും സംവിധാനവും എല്ലാം അവർ തന്നെയാണ് നിർവഹിച്ചത്. കനി കുസൃതി ചെയ്ത പ്രഭയുടെയും ദിവ്യപ്രഭ അവതരിപ്പിച്ച അനുവിൻ്റെയും പ്രകടനം കണ്ടിട്ട് ചിത്രം തീർന്നപ്പോൾ 8 മിനിറ്റ് നേരം നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. അങ്ങനെയാണ് അവർ അഭിവാദ്യം ചെയ്തത് കാനിലെ ചലച്ചിത്ര പ്രവർത്തകരെന്ന് പറയുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. 2021 പായൽ കപാഡിയുടെ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി കാനിലെ ഗോൾഡൻ ഐ പുരസ്കാരം മുമ്പ് നേടിയിട്ടുണ്ട്. കാവ്യാത്മകം, ലോലം, ഹൃദയവർജകം എന്നൊക്കെയാണ് കാണികൾ ഈ
ഇത്തവണ അവാർഡ് കിട്ടിയ സിനിമയെക്കുറിച്ച് അഭിനന്ദനം അറിയിച്ചത്. മറ്റൊരാൾ എന്ന് പറയുന്നത് അനസൂയ എന്ന് പറഞ്ഞ നടിയാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ നവഭാവുകത്വത്തിനും പുതുവഴികൾക്കും പുതുരാജ്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അൺസേർട്ടൺ റിഗാർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലെ മികച്ച നായികയായി കൽക്കട്ടക്കാരിയായ അനസൂയ സെൻഗുപ്ത തിരഞ്ഞെടുത്തു. ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ അഭിനേത്രിയാണ് അനസൂയ. ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റാൻറ്റിൻ ബോജനോവ് സംവിധാനം ചെയ്ത ദ ഷെയിംലെസ് എന്ന ഹിന്ദി ഭാഷാ ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. 2 ലൈംഗിക തൊഴിലാളികൾ നേരിടുന്ന ചൂഷണങ്ങളുടെയും ദുരിതത്തിൻ്റെയും കഥ പറഞ്ഞ സിനിമയായിരുന്നു ദ ഷെയിംലെസ്. അടുത്തതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രശസ്ത നിശ്ചല ഛായാഗ്രാഹകനും സംവിധായകനും ഒക്കെ ആയ ശിവൻ സാറിൻ്റെ മകൻ, കഴിഞ്ഞ ആഴ്ച മരിച്ച സംഗീത് ശിവൻ്റെ യോദ്ധ സംവിധാനം ചെയ്ത വ്യൂഹം സംവിധാനം ചെയ്ത സംഗീത് ശിവൻ്റെ സഹോദരൻ. സന്തോഷ് ശിവൻ ചെയ്ത സിനിമകളെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. മലയാളത്തിൽ തന്നെ യോദ്ധയൊക്കെ എടുത്തു വച്ചിരിക്കുന്നതില്ലേ, ഉറുമി, അതുപോലെ ഒരുപാട് സിനിമകളുണ്ട് സന്തോഷ് ശിവൻ്റെ. അദ്ദേഹത്തിന് കാൻ ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി ഇത്തവണ കരസ്ഥമാക്കിയത് സന്തോഷ് ശിവനാണ്. ഈ ബഹുമതി നേടുന്ന സന്തോഷ് ശിവനാണ് നേടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ആൾ എന്നുള്ളതല്ല. ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ എന്ന നിലയിൽ സന്തോഷ് ശിവൻ എന്ന ഛായാഗ്രാഹകൻ്റെ പേര് ചരിത്ര ലിപികളിൽ എന്നും ഉണ്ടാകും എന്നുള്ളത് സത്യം. ഏഷ്യയിലെ ഈ അവാർഡ് വാങ്ങുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. 2013 മുതൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഛായാഗ്രഹണ രംഗത്തെ അനുപമമായ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി. ഛായാഗ്രഹണ ലോകത്തെ വമ്പന്മാരായ എഡ്വേർഡ് ലൈമാൻ, ആഗ്നസ് ഗോർദാദ്, റോജർ ഡിക്കിൻസ് മുതലായ പ്രശസ്തരാണ് മുമ്പ് ഈ അവാർഡുകൾ നേടിയിട്ടുള്ളത്. സൂം ലെൻസുകളുടെ നിർമ്മാതാക്കളായ അജന്യു കാൻ ചലച്ചിത്രോത്സവവുമായി സഹകരിച്ച് ചെയ്യുന്ന പുരസ്കാരമാണിത്. 1989 അമീർ ഖാൻ നായകനായ രാഖ് എന്ന സിനിമയ്ക്കായി സന്തോഷ് ശിവൻ അജന്യു ലെൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിജയകൃഷ്ണൻ, നമ്മുടെ ചലച്ചിത്ര നിരൂപകൻ, നാഷണൽ അവാർഡൊക്കെ മലയാളത്തിന് ആദ്യമായി നേടിത്തന്ന വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത നിധിയുടെ കഥ എന്ന ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചുകൊണ്ടാണ് സന്തോഷ് ശിവൻ സ്വതന്ത്ര ഛായാഗ്രാഹകനായി മാറിയത്. അദ്ദേഹം സംവിധാനം ചെയ്ത മല്ലി എന്ന സിനിമയ്ക്ക് 1998 മികച്ച സംവിധായകൻ്റെ കെയ്റോ അന്താരാഷ്ട്ര ഉത്സവത്തിൽ പുരസ്കാരം കിട്ടി. മല്ലിക്ക് ഗോൾഡൻ പിരമിഡ് അവാർഡും കെയ്റോയിൽ നിന്ന് കിട്ടി. ചിക്കാഗോ ഫെസ്റ്റിവലിലും മല്ലി പുരസ്കാരം നേടി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, സന്തോഷ് ശിവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന സംഭാവനകൾ നൽകിയ ആളാണ് സന്തോഷ് ശിവൻ. സന്തോഷ് ശിവൻ ആദ്യമായി ക്യാമറ ചലിപ്പിച്ച ഞാൻ പറഞ്ഞല്ലോ നിധിയുടെ കഥയായിരുന്നു. ബാലചന്ദ്ര മേനോൻ്റെ നമ്മളെ ഉഷയെ ആദ്യമായിട്ട് അവതരിപ്പിച്ച കണ്ടതും കേട്ടതും, VR ഗോപിനാഥിൻ്റെ ഒരു മെയ് മാസ പുലരി തുടങ്ങിയ സിനിമകളും തുടക്കത്തിൽ സന്തോഷ് ശിവൻ ചെയ്തതാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ചരിത്രത്തിൽ ഇടം നേടിയവയായിരുന്നു. പെരുന്തച്ചൻ, കാലാപാനി, യോദ്ധ, ദളപതി, റോജ, ഇരുവർ, ദിൽസെ, അശോക, പിന്നെ അനന്തഭദ്രം തുടങ്ങി മോഹൻലാലിൻ്റെ ഇപ്പോൾ 3Dയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബറോസ് വരെ നിരവധി സിനിമകൾ, കയ്യൊപ്പ് ചാർത്തിയ സിനിമകളെന്ന് പറയാം സന്തോഷ് ശിവൻ്റെ. ഉറുമി, തഹാൻ, അനന്തഭദ്രം, അശോക, ദ ടെററിസ്റ്റ്, മല്ലി, നവരസ തുടങ്ങിയ കുറേ സിനിമകൾ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുകയും ചെയ്തു. 1991 പെരുന്തച്ചൻ്റെ ഛായാഗ്രാഹണത്തിന് ആദ്യമായി അദ്ദേഹം ദേശീയ പുരസ്കാരം നേടി. കാലാപാനി, ഇരുവർ, ദിൽസെ എന്നിവയ്ക്ക് പിന്നെയും അദ്ദേഹം ദേശീയ അവാർഡ് വീണ്ടും കരസ്ഥമാക്കി. എന്തൊക്കെ പറഞ്ഞാലും ശരി, സന്തോഷ് ശിവനും കനി കുസൃതിയും ദിവ്യപ്രഭയും അസീസ് നെടുമങ്ങാടുമൊക്കെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ആദരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും അഭിമാനിക്കാം. നമുക്കും ഇവർക്കെല്ലാവർക്കും ഓരോ ബിഗ് സല്യൂട്ട് നൽകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം.
നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവർക്ക് എപ്പോഴും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നീതിയുടെ പക്ഷത്ത്, ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നേ നമ്മൾ സംസാരിക്കും. ഇവിടെ ഒരുപാട് മീഡിയകൾ വിനായകൻ എന്ന് പറഞ്ഞ നടനെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന സമയത്തും അവർ പറയുന്ന വിഷയത്തിൽ വിനായകൻ്റെ ഭാഗത്തായിരുന്നു ശരി എന്നുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് വിനായകനെ കുറിച്ചാണ്. വിനായകൻ നമ്മുടെ സഫാരി ചാനൽ എല്ലാവരും കാണുന്നതാണല്ലോ. ഒരു പരസ്യം പോലും കൊടുക്കാതെ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോവുക, അതിലൂടെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് ദൃശ്യഭംഗിയുള്ള സ്റ്റോറികൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ മലയാള സിനിമയിലെ തന്നെ ഇന്നലെകളെക്കുറിച്ച് നല്ല നല്ല പ്രോഗ്രാമുകൾ, എന്തുമാത്രം പ്രോഗ്രാമുകൾ അതിൽ വന്നു ഇല്ലേ. ജോൺ പോളൊക്കെ അവതരിപ്പിച്ച, ഡെന്നിസ് ജോസഫൊക്കെ അവതരിപ്പിച്ച എത്രയോ നല്ല പ്രോഗ്രാമുകൾ അതിൽ വന്നുപോയി. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ആർജവമുള്ള ഒരു ചെറുപ്പക്കാരനെന്ന് തന്നെ പറയാം. അദ്ദേഹമാണ് സഫാരി ചാനലിൻ്റെ ഉടമസ്ഥനെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിച്ച് പുസ്തകക്കെട്ടുകൾ മുഴുവൻ വായിക്കാതെ ക്യാപ്സുകളായി പഠിച്ച് പെട്ടെന്ന് പരീക്ഷ എഴുതാൻ കഴിയുന്ന ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു കാലത്ത് ഭയങ്കര ബിസിനസ്സായിരുന്നു ലേബർ ഇന്ത്യക്ക്. ആ ലേബർ ഇന്ത്യ ഉടമസ്ഥൻ്റെ മകനാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. എന്തായാലും ഞാൻ പാലയിൽ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ലേബർ ഇന്ത്യയുടെ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ പോയി. അപ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു തന്നു, ഇത് ലേബർ ഇന്ത്യയുടെ ഓഫീസാണ്, ഇവിടെ നിന്നാണ് കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ഈ ക്യാപ്സൂൾ പരുവത്തിലുള്ള പുസ്തകങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അക്കാലത്ത് വലിയ ബിസിനസ്സുള്ള പുസ്തകമായിരുന്നു ലേബർ ഇന്ത്യ. അപ്പോൾ ഒരാവശ്യവുമില്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞവൻ ഒരു തരികിടയാണ്, ഒരു ഫ്രോഡാണ് എന്നുള്ള രീതിയിൽ, ആ അർത്ഥം വരുന്ന രീതിയിൽ നമ്മുടെ നടൻ വിനായകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊരു കുറിപ്പ് കുറിച്ചു. എന്തിനാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സിനിമാക്കാരനല്ല. പക്ഷേ എന്തുകൊണ്ടോ വിനായകൻ വളരെ മോശമായ ഭാഷയിൽ, കുറച്ച് വരികളെ ഉള്ളെങ്കിലും കുറുക്കിക്കൊള്ളുന്ന ഭാഷയിൽ അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് വലിയ വിവാദമായി, ഒരുപാട് പേര് ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ യാദൃച്ഛ്യമായിട്ട് മീഡിയ ഓൺ വയ്ക്കുമ്പോൾ, ഞാൻ സ്ഥിരമായി കാണുന്നതാണ് മീഡിയ ഓണിൽ ഒരു അന്തിച്ചർച്ച നടക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു അവരിലൊരു ഇതുണ്ട്, 2-3 അവതാരകർ ഇരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പലപ്പോഴും അവർ സംസാരിക്കുന്നത് ഒരു വൺ വേ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നീതിയുക്തമായ ഒരു രീതിയിലായിരിക്കില്ല ചർച്ച പോകുന്നത്. മീഡിയ ഓണിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈനിൽ നിൽക്കുന്ന രീതിയിലേ അവർ സംസാരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞതിൽ മീഡിയ ഓണിൽ ചർച്ച നടക്കുകയാണ്. വിനായകൻ എന്ന വ്യക്തിയെ തൃപ്തിപ്പെടുത്തിയതിൽ, രൂപപ്പെടുത്തിയതിൽ അദ്ദേഹം വന്ന കമ്മട്ടിപ്പാടത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും എന്നാണ് അതിലൊരു അവതാരകം പറയുന്നത്. ഇപ്പം നമ്മൾ വളർന്നു വരുന്ന കൾച്ചർ, വീട്ടിലായാലും നാട്ടിലായാലും നമ്മൾ വളർന്നു വരുന്ന കൾച്ചർ നമ്മളെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിലുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന കൾച്ചർ ഒരു മോശപ്പെട്ട സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് വെച്ചോളൂ. നമ്മുടെ ശ്രമഫലമായി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ ആ വളർന്നു വരുന്ന കൾച്ചറിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയാൽ നമ്മളും സ്വയം അത് പരുവപ്പെടുത്തി എടുക്കണം എന്ന പക്ഷക്കാരനാണ് ഞാനിപ്പോൾ പുത്തരിക്കണ്ടത്താണ് ജനിച്ചെന്ന് വെച്ചോളൂ. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്തുനിന്ന് ജനിച്ച് അല്ലെങ്കിൽ പുത്തരിക്കണ്ടത്ത് റോഡ് സൈഡിലിരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് കഷ്ടപ്പെട്ട് ഒരു സമ്പന്നനായി മാറിയാൽ ഞാൻ അതിൻ്റെ ആ ലെവലിലേക്ക് വളരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ എത്ര ലക്ഷം കോടി ഉണ്ടെന്ന് പോലും പറയാൻ കഴിയാത്ത ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു കൊച്ചു കടയും തുറന്നു വച്ചിരുന്നിട്ട് പെരുന്നാളൊക്കെ വരുമ്പോൾ വെളുക്കുന്നത് വരെ ഇരുന്ന് ബിസിനസ് ചെയ്തിട്ട് രാവിലെ പോയി കുളിച്ചിട്ട് വന്ന് വീണ്ടും കട തുറക്കും. ഞാൻ അവധി എടുക്കില്ല. കാരണം പള്ളിയിലൊക്കെ പോകാൻ, പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന ഏതെങ്കിലും അറബി വന്ന് 10 ചോക്ലേറ്റ് വാങ്ങിച്ചാൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു? അദ്ദേഹം ആ പെട്ടിക്കട പോലൊരു കൊച്ചു കട നടത്തിയ നിലപാടിലാണോ ഇപ്പം നിൽക്കുന്നത്? പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര സിമ്പിളായിട്ടാണ് ആ മനുഷ്യൻ ജീവിക്കുന്നതെന്ന്. അപ്പം നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിനെയും രൂപപ്പെടുത്തിയെടുക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ മീഡിയ ഓൺ പറയുന്നത്, വിനായകൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയതിൽ അദ്ദേഹം എന്ന കമ്മട്ടിപ്പാടത്തിൻ്റെ സ്വഭാവം ഉണ്ടാവുക സ്വാഭാവികം. എവിടെ നിന്നാണ് വിനായകൻ വരുന്നത് എന്ന് എന്താ പറയുക, അവതാരകയായ പെൺകുട്ടി രേഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയും കൂടെ ആ ചർച്ചയിലുണ്ട്. ആ രേഷ്മയോട് ചോദിക്കുന്നു, രേഷ്മയ്ക്ക് അറിയാമോ
വിനായകൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ആ കുട്ടി വിവാദം ഉണ്ടാക്കാനായിരിക്കണം. ഇല്ല, വിവാദം ഉണ്ടാക്കാതിരിക്കാൻ ആണെന്ന് തോന്നുന്നു. എല്ലാത്തിനും അതെ 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒന്നിലും ആ കുട്ടി എതിർക്കുന്നില്ല. കാരണം സീനിയറായ ആൾ പറയുന്നുണ്ടായിരിക്കാം. രേഷ്മ എല്ലാത്തിനും യെസ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നത് എവിടുന്നാണ് വിനായകൻ വരുന്നത് എന്ന് രേഷ്മയ്ക്ക് അറിയാമോ ചോദിച്ചു. അതെ എന്നാ കുട്ടി, കമ്മട്ടിപ്പാടത്തു നിന്നാണ് അയാൾ വരുന്നത്. മാന്ത്രികം എന്ന സിനിമയിൽ ഒരു ഡാൻസ് ചെയ്തുകൊണ്ടാണ് അയാൾ സിനിമയിലെത്തിയത്. ഫയർ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടാണ് എത്തിയതെന്ന് ഇദ്ദേഹം പറയുന്നു. അപ്പോൾ ആ രേഷ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം. എപ്പോഴാണ് വിനായകൻ ശ്രദ്ധിക്കപ്പെട്ടത്? കമ്മട്ടിപ്പാടം എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥ വരുമ്പോഴാണ് അംഗീകരിക്കുന്നത്. കാരണം കമ്മട്ടിപ്പാടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണെന്ന് വിനായകനെ അംഗീകരിച്ച അല്ല അതിനു മുമ്പ് തന്നെ വിനായകനെ മലയാളി പ്രേക്ഷകർ അംഗീകരിച്ചു. അത് ഈ മീഡിയ കൊണ്ടുകാരനെ അറിഞ്ഞൂടാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ഈ അവതാരകനെ അറിയില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് സംസ്ഥാന അവാർഡ് വാങ്ങിച്ചപ്പോഴാണ്, കമ്മട്ടിപ്പാടത്തിന് വാങ്ങിച്ചപ്പോഴാണ് അയാളെ മലയാളി അംഗീകരിച്ചതെന്നാണ് പറഞ്ഞത്. അല്ല, 100% തെറ്റ്. അതുവരെ വിനായകനെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജയിലർ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് എത്ര രൂപ പ്രതിഫലം കിട്ടിയതിൽ പോലും തർക്കം വന്നു. വാസ്തവത്തിൽ അതൊരു ആവശ്യമില്ലാത്ത തർക്കമാണ്. ഇപ്പോൾ ജയിലറിൽ രജനീകാന്തിൻ്റെ കൂടെ വിനായകൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചാൽ നമുക്കെന്താ? 5 കോടി രൂപ വാങ്ങിച്ച് അഭിനയിച്ചാൽ നമുക്കെന്താ? വെറുതെ ഈ യൂട്യൂബർമാർ വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അതിനെയും ഈ മീഡിയ ഓൺകാരും വിടുന്നില്ല. എനിക്കതിലും കൂടുതൽ കിട്ടിയെന്ന് അദ്ദേഹം പറയേണ്ടി വന്നു. കാരണം ആരോ കേട്ടു 35 ലക്ഷം കിട്ടിയോ 40 ലക്ഷം കിട്ടിയോ എന്ന് കേട്ടപ്പോൾ വിനായകൻ പറഞ്ഞു അതൊന്നുമല്ല, അതിലും കൂടുതൽ എനിക്ക് കിട്ടിയെന്നുണ്ട്. എത്ര കിട്ടിയാലും അത് ഇൻകം ടാക്സുകാർ മാത്രം അറിഞ്ഞാൽ പോരെയെന്നേ. ഇൻകം ടാക്സുകാരും GST കാരും ഒക്കെ അറിഞ്ഞാൽ നമ്മളെന്തിനെന്ന് ഇതൊക്കെ അറിയണേ. പക്ഷേ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് വിനായകൻ്റെ പ്രതിഫലം പോലും ഇവിടെ ഞാൻ കേട്ടെ. ഇവിടെ ഓരോ നടന്മാർ വാങ്ങിക്കുന്ന പ്രതിഫലം ഇവിടെ മീഡിയ ഓൺ ചർച്ച ചെയ്യുമോ? ഇല്ലല്ലോ. അതൊക്കെ അവരുടെ സ്വകാര്യമാണ് എന്നാണ് എൻ്റെ പക്ഷം. അദ്ദേഹത്തിന് ഇത്രയും കിട്ടിയില്ല എന്ന മുൻവിധിയോടെയാണ് മീഡിയ അദ്ദേഹത്തെ കാണുന്നതെന്നാണ് മീഡിയ വൺ പറയുന്നത്. അത് മീഡിയ വൺ അടക്കമാണെന്നേ. നിങ്ങൾ ഈ വാർത്താ ചാനലുകളെല്ലാം ആടിനെ പട്ടിയാക്കുന്ന കാലമല്ലേ. നിങ്ങളങ്ങനെയൊക്കെ പല കഥകളും ഉണ്ടാക്കും. കാണുന്നവരും ഇത് അവൻ വിവരക്കേട് പറയട്ടെ എന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കും എന്നുള്ളതല്ലാതെ നിങ്ങളൊക്കെ പറയുന്നത് ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കും? ആരും എടുക്കില്ല. ഒരു ചാനലിൽ പറയുന്ന ഒരു ചാനലും, ഞാൻ ഒന്നെന്നല്ല പറഞ്ഞു, എല്ലാ ചാനലും ചേർത്ത് പറയാം, ഒരു ചാനൽ പറയുന്നതും ആളുകൾ ഇപ്പം മലയാളി അംഗീകരിക്കില്ല. കാരണം 80-നും 100-നും ഇടയിൽ സീറ്റ് കിട്ടി UDF പിണറായി വിജയനെ തള്ളിയിട്ട് അധികാരത്തിൽ വരുമെന്ന് സർവേ നടത്തിയ മോന്മാരാണ് കേരളത്തിലെ ചാനലുകൾ ഇല്ലേ. ഇവിടുത്തെ ഒരു മുതുമുത്തശ്ശിയായ പത്രത്തിൻ്റെ ചാനലുകാരൻ നടത്തിയ സർവേയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM-ൽ നിന്ന് 40 പേര് തോക്കുമെന്ന് പറഞ്ഞാൽ 40 പേരും ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ ഈ വാർത്താ ചാനലുകാരെ ആര് വിശ്വസിക്കുക? എൻ്റെ പൊന്ന് മീഡിയ ഓൺകാരാ. നിങ്ങൾ പറയുന്നത് സമയം പോകാനായിട്ട് ഇങ്ങനെ കോമഡി പോലെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചന്തയിൽ കിടന്ന് വേളം ഉണ്ടാക്കും പോലെ ചർച്ച വെച്ചിട്ട് അന്തി ചർച്ചയ്ക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന കാണാൻ ഒരു കോമഡി പടം കാണും പോലെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾ പറയുന്ന ഒന്നും മലയാളി അംഗീകരിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ ഈ 40 സീറ്റിൽ LDF തോക്കുമെന്ന് പറഞ്ഞിടത്ത് 40 ഇടത്തും അവർ ജയിച്ചത്. അല്ലെങ്കിൽ 80-നും 100-നും ഇടയിൽ സീറ്റ് വാങ്ങിക്കൊണ്ട് രമേശ് ചെന്നിത്തലയോ സുധാകരനോ സതീശനോ ആരെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞത് എവിടെ എത്തി? നിങ്ങളൊക്കെ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണെന്ന് ഞാൻ പറയും. വിനായകൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം ജീവിച്ചു പോന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നാണ് ഒരാളുടെ സ്വഭാവം ക്രോഡീകരിക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോരുത്തരുടെയും കഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിനായകൻ തിരുത്തേണ്ട കുറേ മേഖലകളുണ്ട് എന്ന് മീഡിയ വൺ സമ്മതിക്കുന്നു. അദ്ദേഹം ഉറക്കെ സംസാരിക്കുന്നു. അതിനെന്താ? ഉറക്കെ സംസാരിക്കുന്ന അദ്ദേഹം മാത്രമല്ലല്ലോ, ഇവിടെ ആരെല്ലാം ഉറക്കെ സംസാരിക്കുന്നു. MM മണിയാശാൻ ഉറച്ചല്ലേ സംസാരിക്കും, നമ്മുടെ PC ജോർജ് ഉറച്ചല്ലേ സംസാരിക്കും. അതൊന്നും അല്ലെന്ന് ഇവിടെ പ്രശ്നം. അല്ലെങ്കിൽ BJP-യിലെ ഗോപാലകൃഷ്ണൻ, വക്കീൽ ഗോപാലകൃഷ്ണൻ ഉറച്ച് പൊട്ടന്മാരുടെ സംസാരിക്കുമ്പോൾ ഉറച്ചല്ലേ അയാൾ സംസാരിക്കും. അതൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം അൺസിവിലൈസ് എന്ന് നമുക്ക് തോന്നുന്ന ഭാഷയിൽ, അതായത് സഭ്യതയില്ലാതെ പെരുമാറുന്ന ആളെന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നു, പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നാം. നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ വിനായകൻ സംസാരിക്കണം, പെരുമാറണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അദ്ദേഹത്തിന് അത് കഴിയില്ല എന്നാണ് മീഡിയ വൺ പറയുന്നത്. കാരണം വിനായകൻ വരുന്നത് കമ്മട്ടിപ്പാടത്ത് നിന്നാണ്. അങ്ങനെ കോർണർ ചെയ്യില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിനായകൻ കമ്മട്ടിപ്പാടത്തു നിന്ന് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിൽ നിന്ന് ഒരു കുട്ടി വളർന്നാൽ അവൻ നേരെ പോ എന്ന് പറഞ്ഞ് വളർന്ന് നേരെ ആകരുതെന്നാണ് മീഡിയ വൺ പറയുന്നത്. അവൻ പുത്തരിക്കണ്ടത്തിൻ്റെ സംസ്കാരം കാണിക്കും എന്നാണ് മീഡിയ വൺ പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല.
ഒരിക്കലുമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് UP സ്കൂളിനപ്പുറം പോയിട്ടില്ല. അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളിയായി തയ്യൽക്കടയിലിരുന്ന് അങ്ങനെ പടിപ്പടിയായി തയ്യലൊക്കെ പഠിച്ച് സ്വന്തമായി മെഡിക്കൽ കോളേജിൻ്റെ ഒരു കടയിട്ട് സഹോദരന്മാരെയും കൂട്ടി ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനമായ തുണിക്കടയാക്കി മാറ്റി. അവിടുന്ന് അയാൾ കൊച്ചു പടങ്ങൾ ചെയ്ത് വലിയ നടനായി മാറി ദേശീയ അവാർഡ് വാങ്ങിച്ചു. ഇന്ദ്രൻസ് അങ്ങനെ ആവാൻ പാടില്ലല്ലോ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ. ഇന്ദ്രൻസ് പഴയ തയ്യക്കാരൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് നടക്കണ്ടേ? എത്ര സിമ്പിളായിട്ടാണ് അയാൾ ജീവിക്കുന്നത്, എത്ര മാന്യമായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത്. അതെന്താ മീഡിയ ഒന്നും മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. മീഡിയ ഒന്ന് പറയുന്നത് കേട്ടാൽ ജനിച്ചത് ഏത് കുലത്തിൽ, ജനിച്ചത് ഏത് പശ്ചാത്തലത്തിലാണോ അങ്ങനെ തന്നെ വളരണം, അങ്ങനെയാണ് അവനെ രൂപപ്പെടുത്തിയെടുക്കുന്നതെന്നാണ് മീഡിയ ഒന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഫുട്ബോളർ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് പറയാം, അത് IM വിജയനാണെന്നില്ലേ. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ പ്രതിനിധിയാണെന്നേ. ഞാനിത് എന്തൊക്കെ പറഞ്ഞാൽ ഇതിന് താഴെ എന്ന് പറയും ദിനേശനും ജാതി പറഞ്ഞെന്നല്ല. അദ്ദേഹം ജനിച്ചു വളർന്ന സംസ്കാരത്തിലാണെങ്കിൽ, വിനായകനെ പോലെ പറയുകയാണെങ്കിൽ IM വിജയനും ഒരു പരമ ബോറനാവേണ്ടനല്ലേ. അന്ന് സോഷ്യൽ മീഡിയ എന്ന വളച്ചൊടിക്കാൻ പറ്റുന്ന മീഡിയ ഇല്ലാഞ്ഞിട്ടും ബംഗാളിലൊക്കെ കാറിലിരിക്കുന്ന വിജയനെ കണ്ടാൽ റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല, ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. റോഡ് ബ്ലോക്കായി പോകുന്ന പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലൊക്കെ ചെന്നാൽ IM വിജയനെ കണ്ടാൽ. കാരണം അത്ര ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു മാന്ത്രികനായിരുന്നു വിജയൻ. ബ്രാഹ്മണനോ വെളുത്ത വർഗ്ഗക്കാരനോ ആണോ? ഒരിക്കലുമല്ല. IM വിജയൻ്റെ വായിൽ നിന്ന് മലയാളിക്ക് എന്തെങ്കിലും ഒരു മോശമായ ഒരു പേര് കേൾക്കാൻ, ഒരു വർത്തമാനം കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? IM വിജയൻ്റെ ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ കുടുംബ വീടുണ്ട്, ഒരു കൊച്ചു വീട്. അവിടുന്ന് വളർന്നു വന്ന IM വിജയൻ എന്തുകൊണ്ട് ഒരു വിനായകനെ പോലെ ബോറനാവുന്നില്ല എന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ രജനീകാന്ത്, ശിവാജി റാവു ഗൈക്വാദ് ഒരു ബസ് കണ്ടക്ടറായിരുന്ന ആളല്ലേ. ഞങ്ങളുടെ തമിഴ് സിനിമയിൽ ഇത്രയും കുലീനത്വമുള്ള, ഇത്രയും മാന്യതയുള്ള, ദീനാനുകമ്പയുള്ള, എല്ലാവരോടും ഒരേപോലെ സമഭാവനയോടെ പെരുമാറുന്ന സൂപ്പർ സ്റ്റാർഡത്തിൻ്റെ ഭാരമില്ലാത്ത രജനീകാന്തിനെ പോലെ എത്ര പേരുണ്ട്? സാധാരണ നാടൻ ചാരായവും കഴിച്ച് ബസ്സിലെ കിളിയുമായി അടിയും പിടിയൊക്കെ കൂടി കിടന്ന രജനീകാന്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ശിവാജി റാവു രജനീകാന്തായി മാറിയപ്പോൾ അദ്ദേഹം മാറി. ഇപ്പോൾ മീഡിയ ഒന്ന് പറയുന്ന അനുസരിച്ചാണെങ്കിൽ രജനീകാന്ത് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ പാടുണ്ടോ? മാറാൻ പാടില്ല എന്നാണ് പറയേണ്ടത്. അതുപോലെ നമുക്കിവിടെ കേരളം സംഭാവന ചെയ്തൊരു നല്ല ക്രിക്കറ്റ് കളിക്കാരനുണ്ടായിരുന്നല്ലോ, വിളയാതെ പഴുത്തുപോയ ശ്രീശാന്ത്. ഞാൻ കേൾക്കുന്നത് മലയാളി ശ്രീശാന്തിനെയാണോ ഈ പറയുന്ന സഞ്ജു സാംസനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കേരളത്തിലെവിടെയാണ് ജാതി മാനദണ്ഡമാക്കുന്നത്? ഈ സഞ്ജു സാംസൻ്റെ ജാതി അല്ലെങ്കിൽ മതം എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നത് മീഡിയ ഓൺ കണ്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കലാഭവൻ മണിക്ക് കിട്ടിയ സ്നേഹം വിനായകന് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കാരണം മീഡിയ ഓൺ അന്വേഷിക്കണ്ടേ? മണി വളർന്നു വന്ന സാഹചര്യം എന്താ? അയാൾ സ്വർണ്ണക്കരണ്ടി കൊണ്ടാണ് ജനിച്ചു വന്നത്? അല്ലല്ലോ. അയാൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി ജനിച്ച് നന്നായിട്ട് മദ്യപിച്ച് വൈകുന്നേരം ആകുമ്പം മദ്യപിച്ച് പാട്ടും പാടി ബാക്കി പൈസയും കൊണ്ട് വീട്ടിൽ വരുന്ന ഒരച്ഛൻ്റെ മകനായിട്ടല്ലേ മണി വളർന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഉണ്ടായില്ലല്ലോ. ആട്ടോ ഓടിച്ച് ജീവിച്ചവനല്ലേ, അല്ലെങ്കിൽ ചാലക്കുടി പുഴയിൽ മണലൂറ്റി ജീവിച്ചവയല്ലേ. എന്താ മണി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ മണിയുടെ വായിൽ നിന്ന് ഇതുപോലുള്ള തെറികൾ വരാത്തെന്താ? അപ്പോൾ മീഡിയ ഓൺ പറയുന്നത് ഒരു എന്താ പറയുക, യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് പറയും. എന്ന് മാത്രമല്ല അവർ തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലോ. കലാഭവൻ മണിയും വിനായകനും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടുള്ള കൊഴുപ്പാണെന്നും പറയാൻ ഒക്കില്ല. എങ്കിൽ മണിക്കും വരണ്ടേ? അതെന്താണ് മീഡിയ ഒന്ന് പോലുള്ള ചാനലിലേക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷ ബഹുമാനം ജാതിയും മതവും നൽകുന്നതല്ല എന്ന് നമ്മുടെ ചാനലുകൾ, അല്ല വാർത്താ ചാനലുകളൊക്കെ ഇനി എന്നാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ആളുകളെ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്ന് പഠിക്കാൻ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നോക്കക്കാരൻ, ദളിതൻ, കറുത്തവൻ, ഇത്തരം കുറുക്കു വഴികൾ ഒരു ന്യായീകരണത്തിനും പറ്റിയതല്ല. നമ്മൾ തെമ്മാടത്തരം കാണിച്ചാൽ തെമ്മാടത്തരം തന്നെ പറഞ്ഞു. അതിന് പകരം അയാളൊരു ദളിതനല്ലേ, കറുത്ത വർഗ്ഗക്കാരനല്ലേ, പിന്നോക്കക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിനായകൻ ഒരു പത്രസമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച സമയത്ത് പോലും ഞാൻ അതിനെ ന്യായീകരിച്ച ആളാണ്. കാരണം അയാളെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് വിനായകൻ അത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന് ആരൊക്കെ എഴുതി അത് ദിനേശും വിനായകനും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ദിനേശ് ന്യായീകരിച്ചതെന്നല്ല. നമ്മൾ ഓരോ വിഷയങ്ങളെയും അതിൻ്റേതായ രീതിയിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ദ്രൻസ്, UP സ്കൂൾ കഴിഞ്ഞ് അദ്ദേഹം പോയിട്ടില്ല. വരേണ്യ വർഗ്ഗക്കാരനുമല്ല. ഈ പറഞ്ഞതുപോലെ മണിയെപ്പോലെയും വിനായകനെ പോലെയും കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. അത് പറയാൻ യാതൊരു മടിയുമില്ലാതെ അഭിമാനത്തോടെ പറയുന്ന ആളാണ് ഇന്ദ്രൻസ്. ചേരിയിൽ ജനിച്ചാൽ, റെയിൽവേ ട്രാക്കിൽ തൂറിയാൽ വിവരക്കേടുകൾ പറയും ചെയ്യും എന്ന മുൻവിധികൾ മീഡിയകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതൊരു വരട്ട് ന്യായമാണ്. അങ്ങനെ പറഞ്ഞ് അതിനെ ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്. കൂട്ടുകാരൻ്റെ വീട്ടിൽ, നിങ്ങൾക്കൊരു കഥ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ദിവസം, ആ കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ദിവസം, വെറുതെ കൂട്ടുകാരൻ്റെ കൂടെ ആ വീട്ടിൽ പോയി അവൻ എന്തോ മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ കഴിച്ച് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ കൂട്ടുകാരൻ എന്ത് പറഞ്ഞു, വാ ഞാൻ എൻ്റെ പട്ടിക്കുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മതിലിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന വീട് പോലെ തന്നെ അതേപോലെ കോൺക്രീറ്റ് ചെയ്ത കൂട്ടിലെ പട്ടിക്കുട്ടിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പട്ടിക്കുട്ടിക്ക് ഒരു പാത്രം നിറച്ച് പാലും ഒരു പാത്രത്തിൽ ബിസ്ക്കറ്റും കുറച്ച് ഇറച്ചി കഷ്ണവും വെച്ചിട്ടുണ്ട്, കറി വെച്ച ഇറച്ചി കഷ്ണം. ഇത് കണ്ടിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എൻ്റെ വീട് കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചു. ആ പയ്യൻ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിൻ്റെ വീട്ടിലെ ആ പട്ടിക്കുട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഒന്നുമില്ലെങ്കിലും വയറു നിറച്ച് ഭക്ഷണം, കിടക്കാൻ നല്ലൊരു വീടുമില്ലേ ആ പട്ടിക്കുട്ടിക്ക് എന്നാണ് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത്. ആ പയ്യൻ ആ കഷ്ടതയിൽ നിന്ന്, അവൻ്റെ എന്താ പറയുക, ഇല്ലായ്മകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് പഠിച്ചു. ഉഴവൂരെന്ന് പറഞ്ഞ കോട്ടയത്തും പാലയ്ക്കടുത്തുള്ള ഉഴവൂരെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കോട്ടയം വരെ നടന്നു പോയി കോളേജിൽ പോയി പഠിച്ചിട്ട്, അതുപോലെ കോട്ടയത്തു നിന്ന് ഉഴവൂർ വരെ ഏതാണ്ട് 18 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഒരു വാക്കിന്. അപ്പോൾ 18 36 കിലോമീറ്ററോ അതോ മൊത്തം 18 കിലോമീറ്ററോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉഴവൂരിൽ എൻ്റെ പടത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അങ്ങനെ ഉഴവൂർ എന്ന് പറഞ്ഞ ഒരു കുഗ്രാമത്തിൽ നിന്ന് കോട്ടയം വരെ നടന്നു പോയി പഠിച്ച്, അതുപോലെ കോട്ടയത്ത് നടന്ന് രാത്രിയാവുമ്പോൾ വീട് വരെ നടന്നു വന്ന ഒരു ബാല്യം അല്ലെങ്കിൽ ഒരു ചെറുപ്പമുള്ള ആ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയായിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയ KR നാരായണൻ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന് പൂണൂലില്ലായിരുന്നു, അദ്ദേഹം വെളുത്ത വർഗ്ഗക്കാരനല്ലായിരുന്നു. ഈ പറയുന്ന വിനായകൻ്റെയും കലാഭവൻ മണിയുടെയും ഒക്കെ എന്താ പറയുക, അവരുടെ സമുദായത്തിൽ പിറന്ന ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ മീഡിയ വൺ പറയുന്ന അനുസരിച്ചാണെങ്കിൽ KR നാരായണൻ വളർന്നു വന്ന സാഹചര്യം വെച്ച് അദ്ദേഹം ഒരു ചട്ടമ്പി ആവണ്ടേ, അല്ലെങ്കിൽ വാതുറന്ന തെറി പറയുന്നവനാവണ്ടേ? ഭൂമിക്ക് നോവാതെയല്ലേ ആ മനുഷ്യൻ നടക്കൂ. ഇലക്ഷനിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന ലെനിൻ രാജേന്ദ്രനോട് പോലും എന്നോട് ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞതാണ്, രാവിലെ ഗസ്റ്റ് ഹൗസിലെ റൂം തുറക്കുമ്പോൾ ലെനിനെ കാണുകയാണെങ്കിൽ ചോദിക്കുന്നു, ഇന്ന് എവിടെ പൊതുയോഗം, ഇന്ന് വാഹന പ്രകടന ജാഥയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം അത്രയും പതുക്കെ KR നാരായണൻ സാർ സംസാരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ മീഡിയകൾക്കെങ്കിലും ഈ പറഞ്ഞ വിനായകൻ്റെയും കലാഭവൻ മണിയുടെയൊക്കെ സമുദായത്തിൽ പിറന്ന KR നാരായണനെ പോലൊരു വലിയ മനുഷ്യൻ, ഇന്ത്യയിലെ ഒന്നാമത്തെ പുരുഷനായി വളർന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ ജനിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന മീഡിയ വൺ വിനായകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ വിനായകൻ പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിച്ച ഭാഷ ബീപ്പ് ശബ്ദമിടാതെ മീഡിയ വണ്ണിൽ സംപ്രേഷണം ചെയ്യുമോ? എന്ത് തെറ്റ് പോലീസിൻ്റെ ഭാഗത്താവട്ടെ വിനായകൻ്റെ ഭാഗത്താവട്ടെ, അതൊക്കെ പിന്നെ. പക്ഷേ ഒരു കേസിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ കൊടുത്ത കേസില്ല, ഭാര്യ ആരോ കൊടുത്ത കേസിലാണ് പിടിച്ചുകൊണ്ട് പോയത്. പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ആ പോലീസ് സ്റ്റേഷനകത്ത് വിനായകൻ ഉപയോഗിച്ച ഭാഷ ബീപ്പ് ശബ്ദമിടാതെ മീഡിയ വണ്ണിന് സംപ്രേഷണം ചെയ്യാൻ പറ്റുമോ? ഈ ന്യായീകരിക്കുന്ന, അതായത് വിനായകൻ ഒരു ഭയങ്കര സംഭവമാണ്, അയാൾ വളർന്നു വന്ന കമ്മട്ടിപ്പാടത്തു നിന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്ന മീഡിയ വൺ അതൊന്ന് സംപ്രേഷണം ചെയ്യുമോ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടം തോന്നിയാൽ ഏത് പെണ്ണിനോടും ഞാൻ വരുന്നു എന്ന് ചോദിക്കും എന്ന് പറയുന്നത് ഏത് കമ്മട്ടിപ്പാടത്തെ ന്യായമാണ് മീഡിയ വണ്ണേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം മീഡിയ വണ്ണിലെ ഒരു പെൺകുട്ടി ഈ അവതാരകൻ്റെ കൂടെ വിനായകനെ ഒരു അഭിമുഖം നടത്താൻ ചെന്നിരുന്നപ്പോൾ വിനായകൻ്റെ മനസ്സിൽ തോന്നി എവള് കൊള്ളാമെന്ന്, പോവാം എന്ന് ചോദിച്ചാൽ ഈ കൂടെ പോണവൻ ഷണ്ടനല്ല എങ്കിൽ അപ്പം അടിക്കും, ഞാനാണെങ്കിൽ അടിക്കും. എന്താണ് മീഡിയ വണ്ണിന് അത് മനസ്സിലാവാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വിനായകനെ പൊക്കി വിട്ട് വഴി തെറ്റിക്കുന്നത് ഇത്തരം മീഡിയകളാണെന്ന് ഞാനും പറയും. ഞാനങ്ങനെ പറയുള്ളൂ. വിനായകൻ പറയുന്നതാണെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടരും എല്ലാ ജീവിതത്തിലും ഉണ്ടല്ലോ എന്നാണ് വിനായകൻ ചോദിക്കുന്നത്. കള്ളനും പോലീസ് ഇല്ലേ, ഞാനും നിങ്ങളും രണ്ടല്ലേ, പിന്നെ ആണും പെണ്ണും
രണ്ട് വർഗ്ഗമല്ലേ. പോലീസിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. വിനായകൻ പറയുന്ന കേട്ടാൽ ഒരു തത്വജ്ഞാനി പറയും പോലെയാണ് വിനായകൻ സംസാരിക്കുന്നത്. നമുക്ക് എതിർക്കാൻ തോന്നില്ല. ഇത്രയും വിവരമുള്ള മനുഷ്യനാണോ എന്ന് തോന്നും. ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം കറക്റ്റല്ലേ? രണ്ട് തരക്കാരുമുണ്ട്, കള്ളനുമുണ്ട് പോലീസുമുണ്ട്, ആണുമുണ്ട് പെണ്ണുമുണ്ട്, ഞാനുമുണ്ട് നിങ്ങളുമുണ്ട്. പോലീസിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. എല്ലാ പോലീസുകാർക്കും പക്ഷേ ഒരു മുഖമാണെന്നാണ് വിനായകൻ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം. പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നത് പോലീസിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഭാഗം പൊട്ടന്മാരൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആരാണ്, ഞാനിപ്പോൾ എവിടെയുണ്ട് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ടും നന്നായിട്ടും അറിയാം എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസിനെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് അവരെയും നന്നായി അറിയാം എന്നാണ് വിനായകൻ പറയുന്നത്. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് എനിക്കെന്നും സഹായകരമായ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിനായകൻ തന്നെ പറയുന്നു. അപ്പോൾ വിനായകനെ പോലീസ് സ്റ്റേഷനിൽ ജാതീയമായി മതപരമായി അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അവഹേളിച്ചിട്ടില്ല എന്ന് വിനായകൻ തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, കേരളത്തിലെ ഒരു നല്ല പക്ഷത്തിന് ഇ കെ നായനാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനം കാത്തുനിന്ന് കണ്ട അന്ത്യയാത്രയായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ. അപ്പോൾ അതിന് വിനായകൻ ഇതുപോലെ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ എത്ര പേര് മറന്നുപോയി എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അച്ഛനും ചത്തു, എൻ്റെ അച്ഛനും ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു എന്നായിരുന്നല്ലോ ആ വീഡിയോ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? നിർത്തിയിട്ട് പത്രക്കാരാ എന്നാണ്. പത്രക്കാരെയാണ് ചീത്ത വിളിച്ചു, ഉമ്മൻചാണ്ടി അല്ല. എന്തിനാണോ 3 ദിവസമൊക്കെ ഇങ്ങനെ പത്രക്കാരന്മാർ ഈ ഡെഡ് ബോഡിയും കൊണ്ട് നടക്കുന്നതെന്നാണെന്ന് ചോദിച്ചത്. നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, പക്ഷേ ഞാൻ വിചാരിക്കില്ല എന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മരിച്ചവർ മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമെന്ന് പറയുന്ന പക്ഷക്കാരനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് കെ കരുണാകരൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈശ്വര വാര്യരെ മറക്കാൻ കഴിയില്ല, രാജൻ്റെ മുഖം മറക്കാൻ കഴിയില്ല. മരിക്കുന്നതുവരെയും കണ്ണിൽ വെള്ളം തുളുമ്പി രാത്രി ഒരു നേരത്തെ ഭക്ഷണം അടച്ചു വെച്ചിട്ട് ഇന്നെങ്കിലും എൻ്റെ മകൻ വരുമെന്ന് പറഞ്ഞ് മരണം വരെ കാത്തിരുന്ന ആ ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ അച്ഛനെ ആർക്കും മറക്കാൻ കഴിയും? കരുണാകരൻ മരിച്ചതുകൊണ്ട് നമുക്കത് മറക്കാൻ പറ്റും? ഇല്ല. അത് വിനായകൻ പറയുന്നത് ശരിയാണ്. നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, ഞാൻ വിചാരിക്കില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. അതുപോലെ വിനായകൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടാൽ നമുക്ക് കൈയടിക്കാൻ തോന്നും. വിനായകൻ പറയാണ് ഫാൻസ് 1.5 കോടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറയുന്നില്ല വിനായകൻ. പക്ഷേ നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാലിൻ്റെ ഏതൊരു പടം വന്നപ്പോഴാണ് 1.5 കോടി എന്നാണ് പറഞ്ഞത്. അതായത് ഫാൻസുകാർ പറഞ്ഞു ഷോ തുടങ്ങി 1 മണിക്കൂറാകുമ്പോൾ 1.5 കോടി കളക്ട് ചെയ്തെന്ന് എന്താണ് അവർ ഇട്ടത്. അതിന് വിനായകൻ പറയുന്നത് 1.5 കോടി എന്നാണ്. കാരണം സഹിക്കാൻ വയ്യാതെ ഫാൻസുകാർ വരെ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു മഹാൻ്റെ പടം തുടങ്ങി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു സെൻറ്റൻസാണ് 1.5 കോടി. പടം തുടങ്ങിയത് 11:30. ഇൻ്റർവെല്ലായപ്പോൾ 1.5 കോടി എന്ന് ആരോ ഫാൻസുകാർ പോസ്റ്റ് ഇട്ടു. അതിനാണ് ഈ 1.5 കോടി എന്നുള്ളതിനാണ് 1.5 കോടി എന്ന് വിനയനാക്കിയത്. തിയേറ്ററിൽ നിന്നും ആൾക്കാർ 1.5 എണീറ്റോടി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണ്. ഒരു പൊട്ടനും ഉണ്ടായില്ല പടം കാണാൻ. പിന്നീട് ഈ 1.5 കോടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പൊട്ടനും ആ പടം കാണാൻ ഇല്ലായിരുന്നു എന്നാണ് വിനായകൻ പറയുന്നത്. ഈ ഫാൻസ് എന്ന് പറയുന്ന പൊട്ടന്മാർ വിചാരിച്ചാൽ ഇവിടെ ഒരു പടവും നന്നാവാനും പോകുന്നില്ല, ഒരു പടത്തെയും ചീത്തയാക്കാനും കഴിയില്ല എന്നാണ് വിനായകൻ പറയുന്നത്. വിനായകന് ഫാൻസ് ഒന്നുമില്ല. ആ കാര്യത്തിലൊക്കെ നമ്മൾ വിനായകനെ അംഗീകരിക്കണം. ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. ഇതെല്ലാം ജോലിയില്ലാത്ത തെണ്ടികൾ കാണിക്കുന്നതാണ്. തിയേറ്റർ ഫാൻസിന് ഷോ നൽകില്ല എന്നല്ല തിയേറ്റർ ഉടമകൾ തീരുമാനിക്കാനുള്ളത്. ഫാൻസിനെ നിരോധിക്കണം ആദ്യം. ഇവനെയൊക്കെ ചുവന്നുകൊണ്ട് നടക്കുന്നതിനെ വേണം ആദ്യം നിരോധിക്കാനെന്നാണ് വിനായകൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ എന്താ പറയുക, ഇവിടെ ഈ ഫാൻസുകാരുടെ ഒരു ഭയങ്കര ബഹളം നടക്കുന്നുണ്ടല്ലോ. ഫാൻസുകാർ ഒരു വശത്ത്, മറുവശത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ എറണാകുളത്ത് ഇത്രയും പൊട്ടന്മാരുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറേ എണ്ണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊരു കാര്യം പറഞ്ഞല്ലോ, എന്നെ ഒരുത്തം വിളിക്കുന്നു. അപ്പം അപരിചിതരായ ആര് വിളിച്ചാലും ഞാൻ എടുക്കും. ഇപ്പം സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ തിരിച്ച് പോകാനായിട്ട് കാർ കയറാൻ ചെല്ലുമ്പോൾ എൻ്റെ 2 ഫോണുകളിൽ ഒരു 20 മെസ്സേജ് വന്ന് വിളിച്ച ഫോണുകളുടെ നമ്പർ കിടക്കണമെന്ന് വിചാരിച്ചോളൂ. ആ 20 നമ്പറുകളും ഞാൻ തിരിച്ച് വിളിച്ചിട്ടേ ഞാൻ കാർ എടുക്കൂ. ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഫോൺ എടുത്തപ്പോൾ മറുവശത്തുനിന്ന് ഹലോ ശാന്തുള്ള ദിനേശ് അല്ലേ? അവൻ അതെ. ഞാൻ ആറാട്ടാണ്. ഞങ്ങളുടെ ആര്? ഞാൻ ആറാട്ടാണ്. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൻ വീണ്ടും വിളിച്ചു. ഞങ്ങളുടെ നിനക്ക് എന്താ വേണ്ടേ എന്നിട്ട്. ഇതൊരു മാരിവിൽ ഗോപുരം എന്ന് പറഞ്ഞ സിനിമ ഞാൻ റിവ്യൂ നടത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു
പ്രോഗ്രാം ചെയ്തില്ല. ഞാൻ അറിഞ്ഞതുപോലുമല്ല. കാരണം ഞാൻ മരുവിൽ ഗൗരം കണ്ടിട്ടുമില്ല, യവൻ റിവ്യൂ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ റിവ്യൂ കണ്ടിട്ടില്ല, നിന്നെപ്പറ്റി ഞാൻ ഒരക്ഷരം പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് എന്തെന്ന് അറിയാം, ആ സിം അങ്ങ് ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ബ്ലോക്ക് ചെയ്തു. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരികയാണ്. ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ മറ്റേ നമ്പർ ബ്ലോക്ക് ചെയ്തോ? ഞാൻ കേട്ടോ, ആരാ? ഞാൻ ആറാട്ടണ്ണൻ. നിങ്ങൾ എന്തിനാണ് ആ നമ്പർ ബ്ലോക്ക് ചെയ്തത്? ഞാൻ ഒന്നും മിണ്ടാതെ കട്ട് ചെയ്തിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തു. ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു നമ്പർ ഞാൻ എടുക്കുമ്പോൾ, നിങ്ങൾ അതും ബ്ലോക്ക് ചെയ്തോ? ഞാൻ അപ്പോൾ മലയാളത്തിൽ പറയാവുന്ന ശുദ്ധമായ ഒരു തെറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിൻ്റെ മൂക്കിനെ ഞാൻ ഇടിച്ചു പരത്തും എന്ന് പറഞ്ഞിട്ട് ഒരു തെറിയും വിളിച്ചിട്ട് ഞാൻ അതും ബ്ലോക്ക് ചെയ്തു. യവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഏതോ ഒരു തല്ലിപ്പൊളി യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തു. എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ ഓർത്തില്ല. ഓരോരുത്തർ വിദേശത്തു നിന്നൊക്കെ വിളിക്കുന്നത്, ദിനേശേട്ടാ ആ വട്ട് ചെറുക്കനെ നിങ്ങൾ തെറി വിളിച്ചാ? ഞങ്ങളുടെ ഏത്? അല്ല മറ്റേ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ അതെങ്ങനെ അറിഞ്ഞ്? അല്ല അവൻ അത് ഒരു എപ്പിസോഡാക്കിയിരിക്കുന്നു, ഒരു പ്രോഗ്രാം. അതായത് അവനെ തെറി വിളിക്കുന്നതിന് അവൻ ഒരു പ്രോഗ്രാം ആക്കിയിരിക്കുന്നു. ഇത്രയും അധപ്പതിച്ച് പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എറണാകുളം, തിരുവനന്തപുരത്തൊന്നും ഇങ്ങനത്തെ കിറുക്കന്മാരില്ല. പിന്നെ വേറൊരുത്തൻ എന്താ ജോസ് പ്രാശിൻ്റെ പേര് പോലെ വില്ലന്മാരെ ജോസ് പ്രാശിൻ്റെ സിനിമകളിലൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു പെരേര. പിന്നെ ഇപ്പോൾ ഒരു കുരങ്ങനെ പോലെ ഒരു ചെറുക്കൻ. ഈ ടെർബോ ഇറങ്ങിയപ്പോൾ ഇതെവിടെ നിന്നാണ് ഞാൻ അതിശയപ്പെട്ടു. ഒരു കുരങ്ങൻ ചെറുക്കൻ, ആന ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആനപ്പല്ലൊക്കെ വെച്ചൊരു ചെറുക്കൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ജിമ്മ കിമ്മ എന്തിരുന്നൊക്കെ പറയണോ അവൻ. യൗമാർ ഇങ്ങനെ ഒരു 6-7 എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എറണാകുളത്ത്. ആലുവയിലെ ഏതോ ഒരു തിയേറ്ററിൽ ചെന്ന് പടം കാണാൻ ചെന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തിറങ്ങി റിവ്യൂ എടുക്കുന്ന മോന്മാരെന്ന് പറയുന്നു. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്ര അധപ്പതിക്കാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് ഈ പറയുന്ന ഒരു 10-200 ക്യാമറകൾ, ഫോണും ക്യാമറയും എല്ലാം കൂടെ വെച്ചിട്ട് ഇവൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ ഇവനൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെയാണ് ഇപ്പോൾ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അല്ല മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശസ്തരായ നിർമ്മാതാക്കളോ സംവിധായകരോ അല്ല. ഒരു സിനിമ ആരുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, അത് വിജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്നെല്ലാം ഞങ്ങളാണ് തീരുമാനിക്കുന്നത് വിചാരിക്കുന്ന കുറേ പമ്പര വിഡ്ഢികൾ, ഒരു 4-5 എണ്ണം. യൗമാരെ ചുവന്നോട് കിടക്കാൻ ഒരു 10-200 യൂട്യൂബ് ചാനലുമാർ. ഈ യൂട്യൂബർമാർക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് പറഞ്ഞത്. ഈ കോപ്പറേറ്റുകൾ കാണിക്കാൻ നടക്കുന്ന ഒരു 4-5 എണ്ണം എല്ലാവരും പിടിച്ച് അകത്തിടണമെന്ന് ഞാൻ പറയും. എന്തോ ഈ ആറാട്ടണ്ണൻ എന്തോ പേരെന്തോ പറയും, അവൻ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ കേട്ടാൽ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു പോകും നമ്മൾ. അവൻ പറയുന്നത് മഞ്ജു വാര്യർക്ക് അവനേക്കാളും പ്രായമുണ്ടെങ്കിലും ചേച്ചിക്ക് ഞാൻ ഒരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് അടിച്ചു കൊടുക്കണ്ടേ ചെവിട്ടിലിട്ട്. അവൻ മഞ്ജുവിൻ്റെ അച്ഛനോട് സംസാരിച്ചാൽ പറയുന്നത് അവൾക്കിപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല, മോള് ഒറ്റയ്ക്ക് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് യവന് ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ ഒരു പാവം ഒരു സാധു മനുഷ്യനായിരിക്കും. വേറെ ഇത്തിരി ചൂടനായിരുന്നെങ്കിൽ ഇവൻ്റെ എന്ത് മറുപടി പറയാൻ? ഒരു ജോലിക്കും പോകാതെ നേരെ കുളിക്കുക പോലും ഇല്ല എന്ന് തോന്നുന്നു. രാവിലെ ഉറക്കപ്പായിലാണ് വരുന്നതെന്ന് തോന്നുന്നു തിയേറ്റർ നടയിൽ. പാവളന്താനും പോലെ ഇങ്ങനെ വന്ന് നിൽക്കണമെന്ന് കാണാൻ. എന്നിട്ട് യവൻ പറയാണ്, ആ ചീത്ത വിളിച്ചതിൽ അവൻ പറയണം എന്നെ ബോഡി ഷേമിങ് നടത്തിയെന്ന്. യവൻ എന്ത് ബോഡി ഇരിക്കുന്നതിന് ഷേമിങ് നടത്താൻ? പിന്നെ അവൻ പറയുന്നു അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ല കേട്ടോ. എനിക്ക് അയാൾക്കും VS അച്യുതാനന്ദനും വിദ്യാഭ്യാസമില്ല. ആലോചിച്ചു VS എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു ആലോചിച്ചു. ഇവൻ എന്നിട്ട് എപ്പോഴും പറയുന്നത് എന്നു വേണമെങ്കിലും എഴുതാമല്ലോ PhD, ഞാൻ എഴുതാൻ പോവാണ്. അവൻ്റെ അമ്മേരെ നേരത്തെ അവൻ PhD എന്നല്ല ഒരു തേങ്ങയും ചെയ്യില്ലേ. അവൻ ജീവിതം നശിച്ചു പോകും ചെറുക്കൻ്റെ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ എന്തോ പെരേര, അവനെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ ആലുവയിലെ ഒരു നേതാവ്, ആ നേതാവ് വരുന്ന വീഡിയോ കാണിക്കുമ്പോഴേ നമുക്കൊന്നും ദാവൂദ് ഇബ്രാഹിം വരെയാണെന്ന്. ഒരു വില കൂടിയ കാറിൽ കോട്ടൊക്കെ ഇട്ട് ഒരു പുഴയുടെ കരയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന ഷോട്ടൊക്കെ കാണിച്ചിട്ട് അവൻ വന്ന് അവൻ്റെ വീട്ടിന് അടയിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയിട്ട് ഈ അധോലോക നായകന്മാർ ഇറങ്ങുമ്പോൾ അവൻ ഇറങ്ങുന്നത് ഒരു നരുന്ന് ചെറുക്കൻ ഇറങ്ങി വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ കൂടെ ഒരു കുളിക്കാത്ത താടിയും മുടിയൊക്കെ വളർത്തി ഒരു പിച്ചക്കാരനും കൂടെ ഉണ്ട്. 2 എണ്ണത്തിനെയും പറയാവുന്ന മുഴുവൻ പറയുന്നു. പക്ഷേ അവൻ വളരെ സഭ്യതയോടെ സംസാരിക്കുന്നു. അതിനിടയിൽ അവൻ പറയുകയാണ് ഞാൻ ക്യാമറ കട്ട് ചെയ്തിട്ട് 2നും കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഇടി കൊടുത്തു. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ആലുവയിലുള്ള നേതാവ്, എൻ്റെ പേരെന്തെന്നോ പറഞ്ഞു കേട്ടു, നവാസ് എന്നോ എന്തോ ആണ്, അവൻ അടിക്കാനും ഇടിക്കാനുള്ള പെർമിഷൻ ആര് കൊടുത്തേ? അപ്പോൾ ഈ ഇടി കൊണ്ട ചെറുക്കൻ, ഈ പെരേരെന്ന് പറഞ്ഞ ചെറുക്കൻ എന്നൊന്നും കരയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവൻ്റെ അച്ഛനെ വെച്ച് ടെലിഫിലിം എടുത്ത് അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. എൻ്റെ അച്ഛനെ ഞാൻ അഭിനയം പഠിപ്പിച്ചു കൊടുത്തുന്നു. അച്ഛനെ ഇവനെയൊക്കെ ഉണ്ടാക്കിയ അച്ഛൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്ന മുതലേറെ വാ പോലെ ഇരിക്കുന്ന ഒരു ചെറുക്കൻ, ആ ഇവനെയൊക്കെയാണ് മീഡിയകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് അറിയോ, ഇപ്പോൾ ടർബോ വിജയിപ്പിച്ചത് ഞങ്ങളെന്നുള്ള രീതിയിലാണ് അവന്മാർ സംസാരിക്കുന്നത്. മമ്മൂട്ടിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനവും ഇഷ്ടവുമാണ്. നിങ്ങൾ ഈ ഫാൻസുകാരെയൊന്നും ഈ വയസ്സുകാലത്തെ 10-74 വയസ്സായി ഇനിയെങ്കിലും മാന്യമായിട്ട് നിങ്ങൾ പെരുമാറുന്നവരെ മാത്രമേ നിങ്ങളുടെ സംഘടനയിൽ വയ്ക്കാവൂ. ഇങ്ങനെ ഈ ചട്ടമ്പിമാരെയൊക്കെ വച്ചിട്ടേ നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവനെ പൊക്കിയെടുത്ത് മറ്റേ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ കൊണ്ട് കയറ്റി അവിടെ ഇട്ട് ഇടിക്കുക, എന്നിട്ട് അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുക, കൊടുത്തിട്ടുണ്ട് എന്ന് അവൻ തന്നെ പറയുന്നു. അപ്പോൾ ശിക്ഷ നടപ്പാക്കാനൊക്കെ ഫാൻസുകാർ തന്നെ അങ്ങ് ഇറങ്ങിയാൽ പിന്നെ ഇവിടെ പോലീസൊന്നും വേണ്ടല്ലോ. ഇവിടെയൊക്കെയാണ് സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പാളിച്ചകളെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരന്മാരെന്ന് പറയുന്നത് ആലുവയിലും തമ്മനത്തുമൊക്കെ ഉള്ള കുറേ ചട്ടമ്പിമാരാണെങ്കിൽ അവർ തന്നെ നിയമം കയ്യിലെടുക്കുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മമ്മൂട്ടി വിളിച്ചെങ്കിലും പറയണ്ടേ, മിസ്റ്റർ മമ്മൂട്ടി ആ ഫാൻസുകാരോടൊന്ന് പറഞ്ഞു കേട്ടോ, എനിക്ക് പോലീസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, തൻ്റെ ഫാൻസുകാരെന്ന് പറയുന്നത് ഇത്തിരി ചട്ടമ്പിമാരാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഗുണ്ടകളെയൊന്നും താൻ കൊണ്ടു നടക്കരുതെന്ന് പറയാനുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ കേരളത്തിലെ? ഉണ്ടോ ഇല്ലേ? മമ്മൂട്ടിയോട് പറയണം. അതിൽ മമ്മൂട്ടി ഇതുവരെ 10-40 വർഷം മലയാള സിനിമയിൽ മാന്യമായ സ്ഥാനം നേടിയൊരു മനുഷ്യൻ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ ചട്ടമ്പിമാരെയാണോ ഫാൻസ് അസോസിയേഷൻ ഏൽപ്പിക്കുന്നത്? തിരുവനന്തപുരത്ത് എന്തായാലും ചട്ടമ്പിമാരില്ല കേട്ടോ. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ ആ ഭാസ്കരനെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ വള്ളക്കടവിലുള്ള ഒരു 4-5 പേരുള്ളത് എനിക്ക് പരിചയമുള്ളവരൊന്നും ചട്ടമ്പിമാരല്ല. അപ്പോൾ ആലുവ എറണാകുളം ഭാഗത്തൊക്കെ തമ്മനം ആലുവയിലൊക്കെ ഉള്ള ചട്ടമ്പിമാർ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ ആലുവയിലുള്ള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നേതാവിൻ്റെ പേരിൽ 6 പ്രമാദമായ പോലീസ് കേസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നനിയ, ഇനി അവിടെ ഒന്നുകൊണ്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തി കളയല്ലേ, നീ എറണാകുളത്ത് വന്ന തലവെട്ടി കളയൊന്നും പറയരുത്. കാരണം അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞ വിവരങ്ങൾ. ആലുവ കേന്ദ്രീകരിച്ച് വിധ്വംസം, എന്താ പറയുക, രാജ്യസുരക്ഷാത്വത്തിന് വിഘാതമാവുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് ഫാൻസ് അസോസിയേഷൻ്റെ തലപ്പത്തുള്ളതെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയ്ക്കാണ് കേട് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളും ദുൽഖറും ഒക്കെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ ചെളിവാരി എറിയാൻ പലരും ശ്രമിക്കും. ആ ശ്രമങ്ങൾക്ക് നിങ്ങൾ വിത്തും വെള്ളവും കൊടുക്കരുത്, വളവൊന്നും കൊടുക്കരുത്. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ എനിക്ക് തിയേറ്റർ ഉടമകളോട് പറയാനുള്ളത്, ഈ പറയുന്ന ആറാട്ടണ്ണന്മാരെയും മറ്റേ ഈ വാവളന്തന്മാരെയും ഒന്നും തിയേറ്ററിനകത്ത് കയറ്റരുത്. അവർ ടിക്കറ്റ് എടുത്ത് വന്നല്ലേ, കയറ്റായിരിക്കാൻ ഒക്കില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ വേറൊരാളിൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഡോറിൽ നിൽക്കുന്നുണ്ട് പറയുക, വന്ന ഉടൻ ഒരൊറ്റ അടി ചവിട്ടെന്ന് അടിച്ചു കൊടുത്തിട്ട് ഇറങ്ങണ ഗേറ്റിൻ്റെ വെളി ഇറങ്ങുമെന്ന് പറയണം. പിന്നെ കേസൊക്കെ നമുക്ക് എവിടെയെങ്കിലും നോക്കാമെന്നേ. ഇത് പോലീസുകാരും ശ്രദ്ധിക്കുന്നില്ല, തിയേറ്റർ ഉടമകളും ശ്രദ്ധിക്കുന്നില്ല, സിനിമാ സംഘടനകളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ യൂട്യൂബുകളിലൂടെ യൗമാർ അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വീണ്ടും വിനായകനിൽ നിന്ന് വിട്ടുപോയി. ലോകത്തിലെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് ഫേസ്ബുക്കിൽ വിനായകൻ കുറിച്ചിരിക്കുന്നത്. 100% തെമ്മാടിത്തരമായി ഇപ്പോൾ വിനായക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് ഇത്തരം വാക്കുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുതായിരുന്നു. ലോകത്തിൻ്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ആളാണ്, ഇയാളെ നമ്പരുത് എന്നാണ് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് വിനായകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്ന എന്തെങ്കിലും വിനായകൻ കണ്ടോ? വിനായകൻ ഈ പറഞ്ഞ പോലെ പത്രസമ്മേളനത്തിന് വയറ്റിപ്പഴപ്പിന് വന്നിരിക്കുന്ന പത്രലേഖിയോടൊക്കെ എനിക്ക് സൗകര്യമാണെങ്കിൽ നിൻ്റെ കൂടെ കിടക്കാൻ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു വാക്ക് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് എവിടെയാണ് വിനായക നിങ്ങൾ കേട്ടത്? യുവാക്കളോടാണ് വിനായകൻ ആഹ്വാനം ചെയ്യുന്നത്. സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം പോറ്റുന്ന ഇദ്ദേഹത്തെ പോലെ ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത്. ഈ പറഞ്ഞ ഒരു പദപ്രയോഗവും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് സൂട്ടബിൾ ആവൂല വിനായക. ഈ ബൂമറാങ് നിങ്ങളിങ്ങനെ എറിഞ്ഞാൽ നിങ്ങളെ നെഞ്ചത്ത് ഒന്ന് പതിക്കും എന്നുള്ളതല്ലാതെ സന്തോഷിനെ പോലെ ഒരാളിനെ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങൾ നാറ്റാൻ നടക്കരുത്. അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഇപ്പം എന്താ പറയുക 2 കോടിയും 3 കോടിയും 4 കോടിയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ആളായതുകൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ട്. നിങ്ങളെ പിന്താങ്ങാൻ നിങ്ങളൊരു ജനിച്ച സമുദായത്തിൽ നിന്നെങ്കിലും നിങ്ങളെ പൊക്കിക്കൊണ്ട് കിടക്കാൻ ആളുണ്ട്. അതുകൊണ്ട് വിനായകനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ കേരളം കത്തും എന്നൊക്കെ വിചാരിക്കുന്ന മണ്ടന്മാർ ഒരുപാട് കാണും. ഇപ്പോൾ ഇതിൻ്റെ താഴെയും വന്ന് ഒരുപാട് എഴുതുമായിരിക്കും.
വിനായകനെതിരെ പറയാൻ നീ ആരുടാന്നൊക്കെ ചോദിക്കുമായിരിക്കും. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ നേരെ വാ നേരെ പോ, ശരി ആരുടെ പക്ഷത്താണ്, ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ബി ജെ പിക്കാരനായാലും ജമാഅത്ത് ഇസ്ലാമിക്കാരനായാലും നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത എന്ന് ദിനേശ് പറയും. അതുകൊണ്ട് വിനായകൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ദിനേശൻ കണ്ണടയ്ക്കുമെന്ന് വിചാരിക്കേണ്ട. സന്തോഷ് ജോർജ് കുളങ്ങരെ പറയാനുള്ള ഒരു യോഗ്യതയും വിനായകൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ മനുഷ്യനെയാണ് കേരളത്തിലെ യുവതി യുവാക്കളോട് വിനായകൻ പറയുന്നത് അയാളെ നമ്പരുത് എന്ന്. യുവതി യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് പറക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് വിനായകൻ പറഞ്ഞോ? അതിപ്പോൾ മദ്യമാണോ, കഞ്ചാവാണോ, മറ്റേ സിന്തറ്റിക് ഒട്ടിപ്പാണോ, അതൊന്നും എനിക്കറിയാം, ചരസാണോ, അതൊന്നും എനിക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് കുട്ടിക്കാലം മുതലേ ഉപയോഗിച്ചിരിക്കാം ചിലപ്പോൾ. അത് നിങ്ങളായിക്കോ. പക്ഷേ നിങ്ങൾ യുവതി യുവാക്കളെ ഇങ്ങനെ ആഹ്വാനം ചെയ്യരുത്. യുവതി യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് പറക്കുക, ഈ ഇദ്ദേഹത്തെ നമ്പരുത് എന്നൊന്നും എഴുതണ്ട വിനായകൻ പറഞ്ഞാലൊന്നും ഒരു കൊച്ചു കുഞ്ഞു പോലും കേൾക്കില്ല. നിങ്ങളുടെ വിനായകൻ്റെ സമുദായത്തിൽപ്പെട്ടവർ പോലും കേൾക്കില്ല. വിനായകൻ്റെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ കേൾക്കില്ല. അതൊക്കെ വിനായകൻ്റെ കയ്യിലിരിക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് ചില കമൻറ്റുകൾ, അതിൻ്റെ താഴെയുള്ള ചില കമൻറ്റുകൾ കേട്ടപ്പോഴേ മലയാളം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണ് വിനായകൻ എന്നൊരാൾ എഴുതിയിരിക്കുന്നു. വിനായകൻ്റെ തെറ്റുകളെ അയാളുടെ രാഷ്ട്രീയം പിന്തുണയ്ക്കുന്നു എന്നാണ് വേറൊരാൾ പറഞ്ഞിരിക്കുന്ന പരാതി. അങ്ങനെ ഉണ്ട് എന്ന് നമുക്കും തോന്നിപ്പോവാം. കമ്മ്യൂണിസ്റ്റുകാരനായാൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുമ്പോൾ എന്തും കാണിക്കാമെന്നുള്ളൊരു നിലപാട് ശരിയല്ല എന്നാണ് കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന ഒരു മനുഷ്യൻ അക്കാദമി കൊടുത്ത കെട്ടിടത്തിൽ കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചു എന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിടക്കുമ്പോൾ അയാളെ പിന്നെയും 3 വർഷം കൂടെ തുടരാൻ അനുവദിച്ച ഒരു സർക്കാരാണല്ലോ കഴിഞ്ഞ പിണറായി സർക്കാർ. ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് നാണക്കേട് തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാൻ വിചാരിക്കുന്ന കമ്മ്യൂണിസം അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസമൊക്കെ ഒരുപാട് മാറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്റ്റേറ്റിൻ്റെ ചുവന്ന ബോർഡ് വെച്ച ഒരു കാറിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഒരു പെൺകുട്ടിയെ ഈ വിനായകൻ അഭിനയിക്കുന്ന സിനിമയിലെ നായികയാക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി സർക്കാർ കൊടുത്ത, അക്കാദമി ചെയർമാൻ കൊടുത്ത ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി ദുരുപയോഗം, 1 വർഷത്തോളം ദുരുപയോഗം ചെയ്തിട്ട് അവൾക്ക് ആ വേഷം കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് അവൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ദേശാഭിമാനിയിൽ നിന്നും പിണറായിയും കൂട്ടനും പുറത്താക്കിയ അപ്പുക്കുട്ടൻ നിൽക്കുന്നു എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനും മരുമകളും കൂടി നടത്തുന്ന വക്കീലന്മാരുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി വരുന്നു. ആ പരാതി എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തെങ്കിലും? അതിന് പകരം ജനം ടി വി വിളിച്ച് കേട്ടപ്പോൾ അത് ഞാൻ ഒത്തീർപ്പാക്കിയില്ലേ എന്നാണ് ആ സംവിധായകൻ ചോദിച്ചത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലും ഒരാളെ കൊന്നാലും ഒക്കെ ഒത്തീർപ്പാക്കാമെങ്കിൽ പിന്നെ ഇവിടെ കോടതിയും പോലീസൊക്കെ എന്തിനെന്നേ? എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി ഈ ഭരണകർത്താക്കളോട്. അയ്യേ, ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം VS ആണ് അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഈ പറഞ്ഞ ചെയർമാൻ വിവരം അറിഞ്ഞനെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സഖാവ് VS ആണ് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയെങ്കിൽ ഇതുപോലൊരു പരാതി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നുവെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാൻ സ്ഥാനം അന്ന് ഉച്ചയ്ക്ക് തീർന്നാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്. നളിനി നെറ്റോ എന്ന് പറഞ്ഞൊരു വലിയ മാന്യായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത്. അവർ എന്താ പറയുക, മന്ത്രിയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുമ്പോൾ മന്ത്രി അപമര്യാദയായി പെരുമാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു പരിചയമില്ലാത്തവരെ തൃശ്ശൂർ സുരേഷ് ഗോപി പൂർണ്ണ ഗർഭിണിയായ പെണ്ണിൻ്റെ വയറ്റിൽ തടവിയില്ലേ? ആ പെണ്ണിനെ, ആ മുസ്ലിം കുട്ടിയാണെന്ന് തോന്നുന്നു, അവളുടെ ബാപ്പയ്ക്കോ അവളുടെ കെട്ടിയവനോ ഒന്നും ഒരു പരാതിയും വന്നില്ല. ഞാനാണെങ്കിൽ അന്ന് അതിന് മറുപടി പറയിച്ചനെ. താൻ ആരോടോ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ തടവാനെന്ന് ചോദിച്ചനെ. ഞാൻ എൻ്റെ മകളെ പോലെ കണ്ടു, എൻ്റെ ഭാര്യയെ പോലെ കണ്ടു എന്നൊക്കെ ന്യായീകരിക്കുമായിരിക്കും. ദിനേശന് അതിന് കിട്ടില്ല. എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഇതുപോലെ തടവിയിരുന്നെങ്കിൽ വിവരം പറഞ്ഞന സുരേഷ് ഗോപി. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായ സഖാവ് EK നയനാർ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പരാതി പറഞ്ഞു. നളിനി നെറ്റോ വന്നിരുന്നു, ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു, നിങ്ങളുടെ ക്യാബിനറ്റിലുള്ളൊരു മന്ത്രി നീലലോഹിതദാസ് അവരുടെ അപമര്യാദയെ അവരോട് പെരുമാറി എന്നാണ് പറയുന്നത്. നയനാരൊന്നും മിണ്ടിയില്ല. പാറയ്ക്ക് കാറ്റ് പിടിച്ചോലിരുന്നു ആഹാരം കഴിച്ചിട്ട് കാറിക്ക് ഇറങ്ങിപ്പോയി. സെക്രട്ടറി ചെന്നിട്ട് ആദ്യം അദ്ദേഹം ചെയ്തത് നീലനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നടരെ ഒരു കടലാസ് എടുത്ത് ഒരു രാജിക്കത്ത് എഴുതി ഇങ്ങോട്ട് വന്നേ. തീർന്നു, അവിടെ തീർന്നു. നീലലോഹിതദാസ് അതോടെ രാഷ്ട്രീയത്തിൽ തീർന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ വരേണ്ട ആൾ 25-ാമത്തെ വയസ്സിലെന്തോ ഇന്ദിരാഗാന്ധിയുടെ കേരള സന്ദർശനം വരുന്ന സമയങ്ങളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന കേന്ദ്രമന്ത്രിയെ വരെ ആയി, ചിലപ്പോൾ AK ആൻ്റണിയേക്കാൾ മേളിൽ പോകേണ്ട ആളായിരുന്നു. കയ്യിരിപ്പുണ്ടാ പോയേ. അപ്പോൾ അങ്ങനെയുള്ള നയനാർ ഭരിച്ച നാട്ടിൽ ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെക്കുറിച്ച് ചെയ്തതിന്, ഇങ്ങനെ ഒരു പരാതി വന്നതിന്
ഒരക്ഷരം നടപടി എടുത്തില്ല എന്നുള്ളതാണ്. അയാൾക്ക് 5 വർഷവും പേര് പിന്നെയും ഒരു മാസം ഒന്ന് നീട്ടി കൊടുത്തു. എന്നിട്ടോ ആ പരാതിയിൽ, പട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ആ പരാതിയിൽ വേറൊരു പടത്തിലെ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ ഉപയോഗിച്ചു എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിരുന്നു. ഇത് വെച്ചുകൊണ്ട് ജനം TV ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്തു, ഒത്തീർപ്പാക്കി. അപ്പോൾ 10-25 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി. ആ പെണ്ണ് പിന്നെ പരാതിക്ക് വന്നിട്ടില്ല. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു വാർത്ത അതിലുണ്ടെന്ന് കണ്ടപ്പോൾ എന്നെ I2I എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് വിളിച്ച് അതിൻ്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇയാളുടെ സ്റ്റേറ്റ് കാറിൻ്റെ ബോർഡ് ഊരി വാങ്ങണം, ഇയാളുടെ പേരിൽ കേസെടുക്കണം. ഇത് രണ്ടും സർക്കാർ ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇയാൾ ക്യാമറ കൊണ്ട് വെച്ചാൽ എടുത്തുകൊണ്ട് പോടോ തൻ്റെ കോപ്പ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുള്ളൂ ഞാൻ. ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഏത് കുട്ടി എന്ന് പറഞ്ഞിട്ടില്ല, എവിടത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല, എത്ര വയസ്സെന്ന് പറഞ്ഞിട്ടില്ല, അവളുടെ അച്ഛനെ പറഞ്ഞിട്ടില്ല, അമ്മയെ പറഞ്ഞിട്ടില്ല, വീട്ടുകാരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കുട്ടികളുടെ അതിലൊരു പെൺകുട്ടിയെ സ്വാധീനിച്ചിട്ട് ഈ അക്കാഡമിയുടെ ചെയർമാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെപ്പറ്റി അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്ത് അതിനെ പോക്സോ കേസാക്കി. അതും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ്. ആലോചിക്കണം, ഇയാളുടെ പേരിൽ പരാതി കിടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ആ പരാതിക്ക് പരിഹാരം കാണാതെ അന്വേഷിക്കാതെ പൂട്ടി വച്ചിട്ട് എൻ്റെ പേരിലും ആ I2I എന്ന് പറഞ്ഞ ചാനലിൻ്റെ സുനിലിൻ്റെ പേരിലും പോക്സോ കേസെടുത്തു. 1-ാം പ്രതി സുനിൽ, 2-ാം പ്രതി ഞാനിപ്പോൾ നെടുമങ്ങാട് പോക്സോ കോടതിയിൽ ചെന്ന് ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷേ ഞാൻ തല ഉയർത്തിയാണ് നിൽക്കണേ. കേസ് വായിച്ചിട്ട് ജഡ്ജി ചോദിച്ചു, മജിസ്ട്രേറ്റ് ചോദിച്ചു, വായിച്ചത് കേട്ടോ എന്ന് കേട്ടു. അപ്പം നമ്മൾ ഈ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു. I2I സുനിൽ പറഞ്ഞു കേട്ടു, സത്യസന്ധമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, അതിനെ വളച്ചൊടിച്ച് കള്ളക്കേസാണിത് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു സുനിൽ. എഴുതിക്കൊണ്ടിരുന്ന ജഡ്ജി ഇങ്ങനെ നോക്കി, ഇതാരടാന്ന്. അപ്പോൾ സുനിലും ഉണ്ട് എന്നെ പോലെ തന്നെ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ളവനാണ്. ജഡ്ജി എന്തോ മാന്യത കാണിച്ചു, അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തില്ല അത്. കാരണം അദ്ദേഹം സ്ഥലം മാറിപ്പോയി വേറൊരു ജഡ്ജി വന്നാൽ കോടതിക്കകത്ത് കയറി ഇങ്ങനെയും സംസാരിച്ചു എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ തലവേദനയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടികളോട് ഇന്ന് വരെ ജീവിതത്തിൽ സിനിമയിൽ ഒരു പെൺകുട്ടിയോട് പോലും അപമര്യാദയായി പെരുമാറാത്ത എൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തിരിക്കുന്ന നാടാണ് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എന്താ പറയുക, ബഹുമാനത്തോടെ ആരാധനയോടെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ കുറ്റം ചെയ്തവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കുറ്റം ചെയ്യാത്ത എൻ്റെ പേരിൽ പോക്സോ കേസ് നിലനിൽക്കുന്ന നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനായകന്മാർ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞാലൊന്നും ദിനേശ് അംഗീകരിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, RSSകാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും ശരി, ഏവനായാലും ശരി, നേരെ വാ നേരെ പോന്ന് ജീവിക്കാത്ത ഒരുത്തനെയും അംഗീകരിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് വിനായകനെക്കുറിച്ച് ഇത്രയും ഞാൻ പറഞ്ഞത്. വിനായകനെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പത്രപ്രവർത്തകനായ രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒരുപാട് എന്താ പറയുക ശ്രദ്ധേയമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ കണ്ടൊരു സാധനം ഭയങ്കര ക്രൂഷ്യലായ ഒരു വിഷയമാണ്. രാജൻ ജോസഫ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ്. ഏതൊക്കെ ചാനലുകളിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, നവകേരളയോ അതുപോലെ. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടെ ഓരോ പോസ്റ്റ് ഇടും. അങ്ങനെ എനിക്ക് ആരോ ഒരു പോസ്റ്റ് അയച്ചു. അതിൽ ഈ രാജൻ ജോസഫ് നിശ്ചിതമായി എന്താ പറയുക വിനായകനെ വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടിട്ട് വരൂ, ബാക്കി ഞാൻ പറയാം. ഈ വിനായകൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വിനായകനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ജാതിക്കാട്ടിറക്കും, ഇരവാദമായിട്ട് വരും. ഇവിടെ KR നാരായണൻ എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോഴും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഇന്ത്യക്കാർ മുഴുവൻ ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തു വരാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണ്. എതിർ സ്ഥാനാർത്ഥികൾ പോലും അപ്രസക്തരായിപ്പോയി. പക്ഷെ വിനായകൻ എന്താ വെച്ചാൽ അനങ്ങിയാൽ ജാതിക്കാരെടുക്കും. അതിന് വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് ആക്ടിവിസ്റ്റുകളുണ്ട്. ഇവനെയൊക്കെ പിടിച്ച് കായും കാലും തല്ലി ഓടിച്ച് എവിടെയും കൊണ്ടിടണം. കമ്മട്ടിപ്പാടത്തിലെ അഭിനയമോ അല്ലെങ്കിൽ ജയിലർ എന്ന സിനിമയിലെ അഭിനയമൊക്കെ നന്നായി, അഭിനയിച്ചിട്ട് കാര്യമില്ല. അഭിനയം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ലോകത്ത്. പക്ഷേ അട്ടയെ പിടിച്ച് മെത്തയെ കടത്തിയാൽ കിടക്കില്ല എന്ന് പറയുന്നത് പോലെയും, അല്ലെങ്കിൽ അല്പം അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്ന പറയുന്നതും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരാളാണ് വിനായകൻ. അവനെന്ത് തോന്നിയാസമാകാം, അവനെന്ത് അഹങ്കാരവും പറയാം. ഫ്രീ സെക്സ്, ഫ്രീ ഡ്രഗ്സ്, ഇതാണ് ഈ വിനായകന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. സിന്തറ്റിക് ലഹരി അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ മുഴുവൻ ചീത്ത പറയുക, കള്ളു കുടിക്കുക, സിഗരറ്റ് കുടിക്കുക ചെയ്യട്ടെ. അത് രണ്ടും വിരുദ്ധമായ ഒരു പ്രവൃത്തിയല്ല, നിയമവിധേയമാണ്.
ഈ MDMA-യും ഈ മറ്റേ സാധനവും ഈ പിന്നെ ചരസും കഞ്ചാവും എല്ലാം അടിച്ചിട്ട് നാട്ടുകാരെ മെക്കിട്ട് കയറുക, അഹങ്കാരം കാണിക്കുക. എന്നിട്ട് അവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇരവാദം. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എന്നെ ചിത്ത പറഞ്ഞു, എന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, എന്റെ പിന്നെ സൗന്ദര്യത്തെ അധിക്ഷേപിച്ചു, എന്റെ കളറിനെ അധിക്ഷേപിച്ചു. വിനായക, ഇവിടെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ ആരും അധിക്ഷേപിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കളറിനെ ആരും അധിക്ഷേപിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ജാതി ആരും അധിക്ഷേപിക്കുന്നില്ല. കേട്ടല്ലോ രാജൻ ജോസഫ് പറയുന്നത്. വിനായകൻ ഒരു സാമൂഹ്യ ശല്യമായി മാറുന്നു. അഭിനയിച്ചിട്ട് കാര്യമില്ല, അഭിനയത്തെപ്പറ്റി ഞാൻ പറയുന്നുമില്ല. അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന് പറഞ്ഞതുപോലെ, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ മെത്തയെ കിടക്കില്ല എന്ന് പറഞ്ഞതുപോലെ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട KR നാരായണൻ എന്ന മനുഷ്യൻ ഉപരാഷ്ട്രപതിയായി രാഷ്ട്രപതിയായി മാറിയ ഈ നാട്ടിൽ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന് വിജയിപ്പിച്ച മനുഷ്യനാണ് KR നാരായണൻ. ശരിയാണ്, കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും എല്ലാം കൂടെ വോട്ട് ചെയ്തുകൊണ്ടാണ് KR നാരായണൻ ജയിച്ചത്. അല്ല അദ്ദേഹം എന്താ പറയുക, പാർലമെൻറ്റിൽ മുഴുവൻ പാർലമെൻറ്റ് നിയമമണ്ഡലത്തിൽ മുഴുവൻ നടന്ന് വോട്ട് യാചിച്ചിട്ടൊന്നും അല്ല അദ്ദേഹം ജയിച്ചത്. എല്ലാവരും മാന്യനായതുകൊണ്ട് KR നാരായണൻ വോട്ട് ചെയ്തത് തന്നെയാണ്. വിനായകൻ അനങ്ങിയാൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറച്ച് ആക്ടിവിസ്റ്റുകളും ജാതി കൊണ്ട് ജീവിക്കുന്നവരും ഇവിടെ ഉണ്ട്. രാജൻ ജോസഫ് പറയുന്നത് 100% ശരിയാണെന്ന് ഞാൻ പറയും. ഇവൻ്റെയൊക്കെ കൈയും കാലും തല്ലിയൊടിച്ച് എവിടെയെങ്കിലും ഇടണം. അവന് എന്തു തോന്നിയ ദിവസവും കാണിക്കാം, പറയാം. ഫ്രീ ഡ്രഗ്സ്, ഫ്രീ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഫ്രീ സെക്സ്, അതാണ് അവൻ്റെ പോളിസി. വിനായകൻ്റെ. സിന്തറ്റിക് ലഹരി അടിച്ചിട്ട് ആൾക്കാരെ തെറി പറയുകയാണ് അവൻ്റെ പ്രധാന ഹോബി. ആളുകളുടെ മേൽ മെക്കിട്ട് കയറുക, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇരവാദം ഇറക്കുക, ജാതി പറഞ്ഞ് കളിക്കുക. അയാളൊരു എന്താ പറയുക, പിന്നോക്ക സമുദായക്കാരനും ഒരു ജാതിക്കാരനായതുകൊണ്ടാണല്ലോ പറഞ്ഞെന്നാണല്ലോ ഇപ്പോൾ വിനായകനെ പലയിടത്തും രക്ഷപ്പെടുത്തുന്നത്. ഇവിടെ ഇന്ദ്രൻസ് എന്ന ദേശീയ അവാർഡ് വരെ നേടിയ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. രാജൻ ജോസഫ് പറയാണ്, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ ആരും ആക്ഷേപിച്ചിട്ടില്ല, അയാളുടെ ജാതി രാഷ്ട്രീയം ഒന്നും ആരും അന്വേഷിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കളറിനെ ആരും പറയുന്നില്ല. ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്നാണ് രാജൻ ജോസഫ് ചോദിക്കുന്നത്. മലയാള സിനിമയിൽ നിന്ന് മലയാളിക്ക് മനസ്സുകൊണ്ട് സ്നേഹം, ഇഷ്ടം എല്ലാം ഇന്ദ്രൻസിനോടാണ്. എത്ര മനുഷ്യപ്പറ്റുള്ള മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ, ലാളിത്യമുള്ള മനുഷ്യൻ. നിന്നെ പോലെ അഹങ്കാരവും കൊണ്ട് നടക്കുന്നില്ല. ഇവിടെ മാമുക്കോയും കുതിരോട്ടം പപ്പുവും ഒക്കെ ജീവിച്ചിരുന്നല്ലോ. ആരെയെങ്കിലും അവർ അധിക്ഷേപിച്ചിട്ടുണ്ടോ? ലോകം മുഴുവൻ കണ്ട മനുഷ്യനാ സന്തോഷ് ജോർജ് കുളങ്ങര. സ്പേസിൽ പോകാനായി തയ്യാറെടുക്കുകയാണ്. എപ്പോഴും വാക്കുകളിൽ മിതത്വം പാലിക്കുന്ന മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി എന്നൊരു ചാനൽ തുടങ്ങിയിട്ട് പുള്ളി തന്നെ ഷൂട്ട് ചെയ്ത്, പുള്ളി തന്നെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ മറുപടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാം. നമ്മൾ 24-ൽ ശ്രീകണ്ഠൻ നായരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഒരു സുപ്രഭാതത്തിലോ എന്തോ ആണെന്നാണ് ഞാൻ കണ്ടതാണ്. ശ്രീകണ്ഠൻ നായർ ചോദിച്ചു, നിങ്ങൾ എന്താ ലോകം മുഴുവൻ ചുറ്റുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ കൂടി കൊണ്ടുപോകാത്തത് എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ചോദ്യം. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര തിരിച്ച് ചോദിച്ചത്, നിങ്ങളെന്താ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഭാര്യയെ കൂടി കൊണ്ടുവരാത്തത്? കറക്റ്റ് ചോദ്യമല്ലേ? ഞാൻ ലോകം മുഴുവൻ പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ വരുമ്പോഴേ, നിങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയൊക്കെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ നിങ്ങളെന്താ ഭാര്യയെ കൂടെ കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു തമാശ പോലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു, എനിക്ക് ഭാര്യയ്ക്ക് പകരം ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ രാജൻ ജോസഫ് പറയുന്നത് അത് ശുദ്ധ പോക്കർത്തണമെന്നാണ് പറയണത്. മകളുടെ പോലും പ്രായമില്ലാത്തൊരു പെണ്ണിനെയും കൊണ്ട് കറങ്ങുന്ന ആ ന്യായം പറയുന്നത് ശരിയല്ല എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. അപ്പോൾ സന്തോഷ് ജോർജ് പറയുന്നത്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഭാര്യയ്ക്ക് പകരം വേറെ ആരെയും കൊണ്ടുപോകാറില്ല. ഇതിനപ്പുറം മാന്യമായ ഒരു ഉത്തരം ശ്രീകണ്ഠൻ നായർക്ക് കൊടുക്കാനില്ല എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച്, വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച്, വികസനപരമായ വിഷയങ്ങളെക്കുറിച്ച് മിതത്വത്തോടെ മോശം വാക്കുകൾ ഉപയോഗിക്കാതെ സമ്മതിക്കാൻ കഴിയുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. ആ സന്തോഷ് ജോർജ് കുളങ്ങരയെ ഈ വിനായകൻ എന്ന വിവരം കെട്ടവൻ പറയുകയാണ്, അയാൾ അലമ്പനാണ്, അയാൾ ഒളിക്യാമറയിൽ
എന്തൊക്കെയോ ചിത്രീകരിച്ച് കാശാക്കുന്നത്രേ. അയാൾ ആരുടെയെങ്കിലും കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് വിനായകൻ പറയണം എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. അയാൾ പോകുന്ന രാജ്യങ്ങളിലെ ചരിത്രപരമായ പ്രത്യേകതകൾ, ആ നാടിൻ്റെ സാംസ്കാരികമായ വൈവിധ്യം, അവിടുത്തെ മറ്റ് സവിശേഷതകൾ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, രാഷ്ട്രീയം, കൾച്ചർ, ഇതൊക്കെ പരിചയപ്പെടുത്തി തന്ന മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അയാൾ ആരെയും തട്ടിപ്പ് നടത്തിയിട്ടില്ല, പറ്റിച്ചിട്ടില്ല. കാമശാസ്ത്രത്തിൻ്റെ നാടാണ് ഇന്ത്യ. രാജൻ ജോസഫ് പറയുക, യവനോ നഗ്നതയുടെ ഏറ്റവും മോശം കോഴിയും പട്ടിയും പോലെ നടക്കുന്നവനാണ് വിനായകൻ എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. രാജൻ ഒരുപാട് പറയുന്നുണ്ട്, ഞാനതിൻ്റെ ക്രിസ്പായ ഭാഗം മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത് മിസ്റ്റർ വിനായകനോട് ഞാൻ ചോദിക്കുന്നു, വിനായക, തമ്പി കണ്ണന്താനത്തിൻ്റെ മാന്ത്രികത്തിൽ അഭിനയിച്ച ആ ചെറിയ കുട്ടിയായ വിനായകനല്ലല്ലോ ഇപ്പോൾ. വിനായകൻ രജനീകാന്തിനോട് അഭിനയിക്കുന്നു, ഇന്ത്യ മുഴുവൻ നോട്ടബിളാവുന്നു, ഹിന്ദിയിലൊക്കെ എന്തോ തെലുങ്കിലൊക്കെ ഓഫറുകൾ വരുന്നു എന്ന് പറഞ്ഞ് കോടികൾ പ്രതിഫലം പറയുന്നു. അതൊക്കെ ആവുമ്പോൾ വിനായക കുറച്ചൊക്കെ മാറണം. മനുഷ്യൻ മാറണമെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ മിതത്വം പാലിക്കണം വാക്കുകളിൽ. നിങ്ങൾക്ക് പിന്തുണ തരാൻ കുറേ യൂട്യൂബിൻ്റെ താഴെ വന്ന് കമൻറ്റുകൾ ഇടാൻ കുറേ കീടങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും എന്തിനാണ് നിങ്ങൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വിനായകനെ ഞാൻ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ചപ്പോൾ അയാൾ അമ്മയിലൊന്നും മെമ്പറല്ല, സിനിമയിലൊന്നും ഒരു സംഘടനയിലും മെമ്പറൊന്നുമല്ല. അതൊന്നും വേണമെന്നില്ല. പക്ഷേ ഇനിയെങ്കിലും വിനായകൻ മിതത്വം പാലിക്കണം. വർത്തമാനങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടാകണം. അല്ലാതെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന പോലെ ഒരാളിനെ, നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത ഒരു മനുഷ്യനെ എന്തിനാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ ഇയാൾ ഇത്രയും അധിക്ഷേപിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചരിത്രം എന്നിലൂടെ എന്നൊക്കെ പറഞ്ഞ് സഫാരി ചാനലിൽ പോകുന്ന പ്രോഗ്രാമുകൾ കാണുമ്പോൾ ഒരിക്കലും ആ മനുഷ്യനെ നമുക്ക് മോശം പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനെ മോശം പറയുകയും അത് കണ്ടിട്ട് സഹിക്കാതെ രാജൻ ജോസഫിനെ പോലൊരു പത്രപ്രവർത്തകൻ പരസ്യമായിട്ട് തന്നെ പച്ചയ്ക്ക് ഇതൊന്നും മീഡിയ ഒന്നൊന്നും ചെയ്യില്ലെന്നേ. അവർക്കൊക്കെ ഈ സുഖിപ്പിക്കൽ രാഷ്ട്രീയവും പിന്നെ എന്താ പറയുക വരേണ്യ വർഗത്തിനെതിരെ നിൽക്കാനും കമ്മ്യൂണിസത്തിന് ആൻറ്റി കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കാനും ഒക്കെ മീഡിയ ഒന്നിന് കഴിയുള്ളൂ. അതായിക്കോട്ടെ. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ അതുപോലെ കുറേ അവരുടെ തീവ്ര സംഘടനകളുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യാനേ മീഡിയ ഒന്നിന് കഴിയൂ. ആയിക്കോട്ടെ, ഞാൻ അവരുടെ വീക്കിലി സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്, എന്നാലും പറയുകയാണ് അവരൊക്കെ അങ്ങനെ നടത്തട്ടെ. പക്ഷേ വിനായകൻ ഒരു കാര്യം, ഒരു മിതത്വം പാലിക്കണം. വിനായക, നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങി കോടീശ്വരനായ മനുഷ്യനാണ്. ഇനി എന്തുമാത്രം കാലം ജീവിക്കാനുള്ളതാണ്. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത ഇഷ്യൂകളുണ്ടാക്കി ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാൻ ഇനിയെങ്കിലും ഇറങ്ങരുത്. ഇറങ്ങിയാൽ രാജൻ ജോസഫുമാർ ഒരുപാടുണ്ടാകും. അവർ നന്നായി, എനിക്ക് ആ വീഡിയോയിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ബഹുമാനം തോന്നി. വളരെ കൃത്യതയോടെ സ്പഷ്ടതയോടെ പച്ചയ്ക്ക് കട്ടക്കട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വിനായകന് മറുപടി. കഴിയുമെങ്കിൽ നിങ്ങൾ രാജൻ ജോസഫിൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കൂ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഞാനൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ദിനേശൻ പതുക്കെ കമ്മ്യൂണിസത്തിൽ നിന്ന് മാറിത്തുടങ്ങിയെന്നോ അല്ലെങ്കിൽ പിണറായിക്കെതിരെ സംസാരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ വിനായകനെ പോലെ എന്താ പറയുക താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു കലാകാരൻ വളരുന്ന കണ്ടപ്പോൾ അസൂയ ഉണ്ടെന്നോ എങ്കിൽ പിന്നെ ഞാൻ ഇന്ദ്രൻസിനെ പറയില്ലല്ലോ. അങ്ങനെയൊന്നും തോന്നണ്ട. ഞാനുള്ളത് നേരെ വാ നേരെ പോകുമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. തിരുത്താമെങ്കിൽ തിരുത്തു വിനായക. അല്ല ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ പോകാൻ കഴിയില്ല വിനായക. എവിടെയെങ്കിലും വിനായകനെ പോലെയൊക്കെയുള്ള സ്വഭാവമുള്ളവന്മാർ കാണും. അത് ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും രാജൻ ജോസഫിന് 100% പിന്തുണ നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ താഴെ വന്ന് എത്ര വേണമെങ്കിലും തെറി എഴുതിക്കൊള്ളൂ, എനിക്കൊരു പുല്ലേ മാത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ രാജൻ ജോസഫിനും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.